ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്കോർ അക്കാഡമി. നമ്മൾ ഇന്ന് ഇന്ത്യൻ മ്യൂസിക് എന്ന ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നത്. സ്റ്റാറ്റിക് GKയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇന്ത്യൻ മ്യൂസിക്. എല്ലാ എക്സാമിനും ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നമ്മൾ കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് പറയാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഈ മ്യൂസിക്, ഇന്ത്യൻ മ്യൂസിക്കിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഈ മ്യൂസിക്കിനെ, നമ്മൾ ഇന്ത്യൻ മ്യൂസിക്കിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളല്ല, ഓൾറെഡി ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കാം. അങ്ങനെ ഈ ക്ലാസിഫിക്കേഷനിൽ തന്നെ നമുക്ക് ഓരോ കാറ്റഗറി ഉണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് കർണാട്ടിക് മ്യൂസിക്കും ഹിന്ദുസ്ഥാനി മ്യൂസിക്കും. അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കണം. പിന്നെ ഈ ഹിന്ദുസ്ഥാനി മ്യൂസിക്കിലുള്ള മേജർ ആയിട്ടുള്ള ഘരാനാസ് നമുക്ക് നോക്കണം, മേജർ ഫോംസ് നമ്മൾ നോക്കണം, ഘരാനാസ് നോക്കണം, മേജർ ഫോംസ് നോക്കണം. അത് കഴിഞ്ഞാൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്. ഈ ഏരിയയിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാറുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ ആ ഏരിയയിൽ നിന്ന് നമ്മൾ നോക്കണം. അത് കഴിഞ്ഞ് ലാസ്റ്റ് നമുക്കൊന്ന് ഫോക്ക് മ്യൂസിക്കിന്ന് ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ്. എന്നാലും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫോക്ക് മ്യൂസിക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്ത്യൻ മ്യൂസിക്കിന്റെ ഹിസ്റ്ററി ഒന്ന് നോക്കാം. ഇൻഡസ് വാലി ഏരിയയിൽ നിന്ന് തന്നെ നമുക്ക് 7 ഹോൾഡ് ഫ്ലൂട്ട്, ഓടക്കുഴൽ, അതുപോലെ റാവണഹത്ത, ഈ കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് എന്ത് മനസ്സിലാക്കാം? മ്യൂസിക് ആ ഏരിയയിൽ ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇൻഡസ് വാലി സമയത്ത് തന്നെ മ്യൂസിക് ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ഇത് 7 ഹോൾഡ് ഫ്ലൂട്ട് ഉണ്ട്, അതുപോലെ റാവണാത്ത, ഈ ഫിഗറിൽ കാണുന്നില്ലേ, ഇതാണ് റാവണാത്ത. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് അവിടുന്ന് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ നാട്യശാസ്ത്ര, ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ഭരതമുനിയുടെ നാട്യശാസ്ത്ര, അതിലും മ്യൂസിക്കിനെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. മ്യൂസിക്കിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് മെൻഷൻ 22 ശ്രുതീസ്. അതായത് ഇതൊക്കെ നമുക്ക് മ്യൂസിക്കിനെ പറ്റിയൊക്കെ നമുക്ക് നാട്യശാസ്ത്രയിൽ പറഞ്ഞിട്ടുണ്ട്. നാട്യശാസ്ത്രയിൽ മ്യൂസിക്കിനെ പറ്റി മാത്രമല്ല, നമുക്ക് ഡ്രാമ, ആർട്ട് ഫോംസ്, അതുപോലെ തന്നെ ഡാൻസ്, ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്യശാസ്ത്രയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നാട്യശാസ്ത്രയിൽ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നവരസം. നവരസങ്ങളെ പറ്റി 9 ഇമോഷൻസിനെ പറ്റി നമുക്ക് നാട്യശാസ്ത്രയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നാട്യശാസ്ത്രം ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ പഠിക്കേണ്ട നാട്യശാസ്ത്ര ഭരതമുനിയാണ് എഴുതിയത്. ഓക്കെ, അപ്പോൾ ഈ കാര്യം നിങ്ങൾ പഠിക്കാം. അതുപോലെ തന്നെ നമുക്ക് വേദാസ് അറിയാലോ, 4 വേദാസ്. ഋഗ്വേദ, സാമവേദ, യജുർവേദ, അഥർവവേദ. ഈ വേദങ്ങളിൽ സാമവേദയിലാണ് മ്യൂസിക്കിനെ പറ്റി പറയുന്നത്. ഓക്കെ, ഏൻഷ്യന്റ് ബുക്കല്ലേ, വേദിക് ബുക്കല്ലേ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ, സാമവേദയൊക്കെ. അപ്പൊ അതിൽ നമുക്ക് സാമവേദയിലാണ് നമുക്ക് മ്യൂസിക്കിനെ പറ്റി പറഞ്ഞത്. ഈ സാമവേദയിൽ തന്നെ ഗാന്ധർവ വേദ എന്ന ഉപവേദയുണ്ട്. അത് മ്യൂസിക്കിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, ഗാന്ധർവ വേദ എന്നുള്ളത് മ്യൂസിക്കിന് വേണ്ടിയിട്ടുള്ള ഉപവേദയാണ്. പിന്നെ ഐതരണ്യോ ആരണ്യക, ഈ ആരണ്യക അതായത് ഒരു വേദിക് ബുക്കാണ്. ഇതിൽ നമുക്ക് വീണേനെ പറ്റി, വീണ ഇൻസ്ട്രുമെന്റിനെ പറ്റി നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? ഏൻഷ്യന്റ് പീരീഡിൽ തന്നെ നമുക്ക് മ്യൂസിക്കിന്റെ എവിഡൻസ് ഒക്കെ കാണാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, സാരംഗദേവിന്റെ സംഗീത രത്നാകർ. അതായത് ഇവിടെ ഈ ബുക്കിൽ നമുക്ക് മ്യൂസിക്കിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. സാരംഗദേവിന്റെ സംഗീത രത്നാകർ, ഇത് ഒരു PYQ ആണ്. ഓക്കെ, സാരംഗദേവിന്റെ സംഗീത രത്നാകർ, ഇവിടെ നമുക്ക് മ്യൂസിക്കിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. മ്യൂസിക്കിനെ പറ്റി പറഞ്ഞിട്ടുള്ള ഒരു പ്രബന്ധമാണ് സംഗീത രത്നാകർ. ഓക്കെ, അതുപോലെ തന്നെ ഹരിപാലന്റെ സംഗീത സുധാകര. ഇവിടെ എന്ത് പറഞ്ഞിട്ടില്ല? ഇവിടെ നമുക്ക് ആദ്യമായിട്ട് കർണാട്ടിക് ഹിന്ദുസ്ഥാനി എന്ന വേർഡ് നമുക്ക് കണ്ടത് എവിടെയാണ്? സംഗീത സുധാകർ എന്ന ഹരിപാലന്റെ ബുക്കിലാണ്. അപ്പൊ ഇത് നിങ്ങൾ പഠിച്ചു വെച്ചോ, കാരണം ഇത് PYQ ആണ്. സംഗീത രത്നാകർ സാരംഗദേവിന്റെ സംഗീത രത്നാകർ മ്യൂസിക്കിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കർണാട്ടിക് ഹിന്ദുസ്ഥാനി ഒക്കെ പറഞ്ഞിട്ടുള്ളത് എവിടെയാണ്? സംഗീത സുധാകർ, ഹരിപാലിന്റെ സംഗീത സുധാകർ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ നമുക്ക് ഇന്ത്യൻ മ്യൂസിക്കിന്റെ ക്ലാസിഫിക്കേഷൻ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഇന്ത്യൻ മ്യൂസിക്കിനെ നമുക്ക് ഫസ്റ്റ് എങ്ങനെയാ? ക്ലാസിക്കൽ മ്യൂസിക് എന്ന് പറയാം. ഓക്കെ, ക്ലാസിക്കൽ മ്യൂസിക് ഉണ്ട്, അതുപോലെ തന്നെ ഫോക്ക് മ്യൂസിക് ഉണ്ട്, അതുപോലെ തന്നെ ഫ്യൂഷൻ ഉണ്ട്. കർണാട്ടിക് ക്ലാസിക്കലിന്റെ ഫോക്കിന്റെ ഫ്യൂഷൻ ആയിട്ടുള്ള മ്യൂസിക് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോഴത്തെ മോഡേൺ മ്യൂസിക് ഉണ്ട്. ഈ 4 കാറ്റഗറിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യാം ഇന്ത്യൻ മ്യൂസിക്കിനെ. അതിൽ തന്നെ ക്ലാസിക്കൽ മ്യൂസിക്കിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? കർണാട്ടിക് മ്യൂസിക് ഉണ്ട്, ഹിന്ദുസ്ഥാനി മ്യൂസിക് ഉണ്ട്. പിന്നെ ഫോക്ക് മ്യൂസിക്കിൽ ഓരോ സ്റ്റേറ്റിലും ഓരോ ഫോക്ക് ഉണ്ട്, ഓരോ ട്രൈബ്സിനും ഓരോ ഫോക്ക് മ്യൂസിക് ഉണ്ട്. അങ്ങനെ ഫോക്ക് മ്യൂസിക് ഒരുപാടുണ്ട്. പക്ഷെ ഇതൊക്കെ നമുക്ക് പഠിക്കാൻ നടക്കില്ല. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫോക്ക് മ്യൂസിക് മാത്രം പഠിക്കാം. അപ്പോൾ ഫോക്ക് മ്യൂസിക് ഉണ്ട്, അതുപോലെ ഫ്യൂഷൻ ഉണ്ട്. ഫ്യൂഷൻ ഏതൊക്കെയാണ്? സുഗം സംഗീത് ഉണ്ട്, അതുപോലെ രവീന്ദ്ര സംഗീത് നമുക്ക് രവീന്ദ്രനാഥ് ടാഗോർ ഫോം ചെയ്ത സംഗീതമാണ് രവീന്ദ്ര സംഗീത്. അതുപോലെ ഹവേലി സംഗീത് ഉണ്ട്, ഘനസംഗീത് ഉണ്ട്. ഓക്കെ, സുഗം സംഗീതം ഉണ്ട്, രവീന്ദ്ര സംഗീതം ഉണ്ട്, ഹവേലി സംഗീതം ഉണ്ട്, ഘനസംഗീതം ഉണ്ട്. ഈ 4 കാര്യങ്ങളാണ് ഫ്യൂഷനിലുള്ളത്. ഇനിയോ മോഡേൺ മ്യൂസിക്കിൽ ഒരുപാട് ഉണ്ട്. എന്തൊക്കെയാണ്? റോക്ക് മ്യൂസിക് ഉണ്ട്, ബ്ലൂ മ്യൂസിക് ഉണ്ട്, ജാസ് ഉണ്ട്, അതുപോലെ തന്നെ പോപ്പ് മ്യൂസിക് ഉണ്ട്.
പിന്നെ ട്രാൻസ് ഉണ്ട്, സൈക്കഡലിക് മ്യൂസിക് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ മോഡേൺ മ്യൂസിക്കിലുണ്ട്. ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഏതാ? നമുക്ക് ഈ ക്ലാസിക്കൽ മ്യൂസിക്കാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. അതിൽ തന്നെ കർണാട്ടിക് എന്താ, ഹിന്ദുസ്ഥാനി ഉണ്ട്. ഈ കാര്യങ്ങളാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ. പിന്നെ ഫോക്ക് മ്യൂസിക്കിൽ കുറച്ച് മ്യൂസിക് മാത്രമേ നമുക്ക് ഇതുവരെ ചോദിച്ചുള്ളൂ. വളരെ കുറച്ച് ക്വസ്റ്റ്യൻ ആണ് ഫോക്ക് മ്യൂസിക്കിൽ ചോദിച്ചുള്ളത്. അപ്പോൾ ആ ചോദിച്ച കുറച്ച് ഫോക്ക് മ്യൂസിക് നമുക്ക് പഠിക്കാം. പിന്നെ ഈ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കണം. എന്താ ഫ്യൂഷൻ ഏതൊക്കെയാണ്? 4 ഫ്യൂഷൻ ഉണ്ട്. എന്താ? സുഗം സംഗീത്, രവീന്ദ്ര സംഗീത്, ഹവേലി സംഗീത്, പിന്നെ ഗണസംഗീത്. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എങ്ങനെ വരാം? ഇതിന്ന് ഏതെങ്കിലും 3 തരാം, എന്നിട്ട് ചിലപ്പോൾ കർണാട്ടിക് മ്യൂസിക് തരാം. അപ്പോൾ ഇതിൽ ഏതാണ് ഫ്യൂഷനിൽ ഇല്ലാത്ത മ്യൂസിക് ഏതാണ്? അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ നിങ്ങൾ ഈ 4 കാര്യം അറിഞ്ഞിരിക്കണം. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോവാം. അടുത്ത നമുക്ക് ക്ലാസിക്കൽ മ്യൂസിക്കിൽ ഫസ്റ്റത്തെ ഏതാ? കർണാട്ടിക് മ്യൂസിക്. കർണാട്ടിക് മ്യൂസിക് നമുക്ക് നോക്കാം. അപ്പോൾ ഈ കർണാട്ടിക് മ്യൂസിക് എവിടെയാണുള്ളത്? കർണാട്ടിക് മ്യൂസിക് എന്ന് പറഞ്ഞാൽ സദേൺ ഇന്ത്യയിലാണ് ഈ കർണാട്ടിക് മ്യൂസിക് ഫോം ചെയ്തത്. അപ്പോൾ നമ്മളോട് സ്റ്റേറ്റ് ചോദിക്കാം, ഏതൊക്കെ സ്റ്റേറ്റിലാണ് നമ്മൾ കർണാട്ടിക് മ്യൂസിക് കാണുന്നത്? അപ്പോൾ പണ്ട് നമുക്ക് പറയാം 4 സ്റ്റേറ്റ് ആണ്. ഇപ്പോൾ 5 സ്റ്റേറ്റ് ഉണ്ടല്ലോ. ഏതൊക്കെയാണ്? കേരള, കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്. ഇപ്പോൾ തെലങ്കാനയും കൂടെ ഉണ്ട്. അപ്പോൾ ഈ ഏരിയയിലാണ് നമ്മൾ കർണാട്ടിക് മ്യൂസിക് കാണപ്പെടുന്നത്. കർണാട്ടിക് മ്യൂസിക് ഈ ഏരിയയിലാണ് നമ്മൾ കാണപ്പെടുന്നത്. സദേൺ ഇന്ത്യയിലാണ് കർണാട്ടിക് മ്യൂസിക് കാണപ്പെടുന്നത്. ഓക്കെ. അതിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് പുരന്ദരദാസ്. ഓക്കെ. പുരന്ദരദാസ് വിജയനഗര എംപറിന്റെ കാലത്തുണ്ടായ അവിടെ ഉണ്ടായ പുരന്ദരദാസ് ആണ് നമ്മുടെ ഫാദർ ഓഫ് കർണാട്ടിക് മ്യൂസിക് എന്ന് അറിയപ്പെടുന്നത്. ഫാദർ ഓഫ് കർണാട്ടിക് മ്യൂസിക് ആരാ? പുരന്ദരദാസ്. അപ്പൊ നമ്മൾ എന്താ? കർണാട്ടിക് സംഗീത പിതാമഹ. പുരന്ദരദാസിനെ നമ്മൾ ഫാദർ ഓഫ് കർണാട്ടിക് മ്യൂസിക് അല്ലെങ്കിൽ കർണാട്ടിക് സംഗീത പിതാമഹ എന്ന് അറിയപ്പെടും. അപ്പൊ ഇമ്പോർട്ടൻ്റ് ആണ് പുരന്ദരദാസ്. അടുത്ത എന്താ? പിന്നെ ഒരു കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ട്രിനിറ്റി. അതായത് കർണാട്ടിക് മ്യൂസിക്കിന്റെ ട്രിനിറ്റി ആരൊക്കെയാണ്? ഓക്കെ. ആരൊക്കെയാണ്? ത്യാഗരാജ, ശ്യാമശാസ്ത്രി, മുത്തുസ്വാമി ദീക്ഷിതർ. ത്യാഗരാജ, പിന്നെന്താ? ശ്യാമശാസ്ത്രി, മുത്തുസ്വാമി ദീക്ഷിതർ. അപ്പൊ ഈ 3 പേര് നിങ്ങൾ ഓർക്കണം. ഇത് PYQ ആണ്. ആരൊക്കെയാ? ത്യാഗരാജ, ശ്യാമശാസ്ത്രി, മുത്തുസ്വാമി ദീക്ഷിതർ. ത്യാഗശ്യാമ മുത്തു. എന്താണ്? ത്യാഗശ്യാമ മുത്തു. ഈ 3 പേരാണ് ട്രിനിറ്റി, കർണാട്ടിക് മ്യൂസിക്കിന്റെ ട്രിനിറ്റി എന്നറിയപ്പെടുന്നത്. ആരാ? ത്യാഗശ്യാമ മുത്തു. ത്യാഗരാജ, ശ്യാമശാസ്ത്രി, മുത്തുസ്വാമി ദീക്ഷിതർ. ത്യാഗശ്യാമ മുത്തു. ഓക്കെ. ത്യാഗശ്യാമ മുത്തു ആരാ? കർണാട്ടിക് മ്യൂസിക്കിന്റെ ട്രിനിറ്റി. അപ്പൊ ഇപ്പൊ തന്നെ പഠിക്കുക. എന്താ? ത്യാഗശ്യാമ മുത്തു, ത്യാഗരാജ, ശ്യാമശാസ്ത്രി, മുത്തുസ്വാമി ദീക്ഷിതർ. ഓക്കെ. കർണാട്ടിക് മ്യൂസിക്കിന്റെ ട്രിനിറ്റി ഇപ്പൊ പഠിച്ചില്ലേ? പിന്നെ കർണാട്ടിക് മ്യൂസിക്കിൽ 7 താളം ഉണ്ട്. പിന്നെ രാഗാസ് 72 രാഗമുണ്ട്. ഓക്കെ. 72 രാഗമുണ്ട്. പക്ഷെ ഹിന്ദുസ്ഥാനിയിലാണെങ്കിൽ 6 രാഗമാണ്. ഹിന്ദുസ്ഥാനിയിലാണെങ്കിൽ എന്താ? 6 രാഗമാണ്. ഇതിൽ 72 രാഗം. അപ്പൊ ഈ ഹിന്ദുസ്ഥാനിയിൽ നമുക്ക് എന്ത് ചേഞ്ച് വേണമെങ്കിൽ മാറ്റാം. പക്ഷെ കർണാട്ടിക്കിൽ നമ്മൾ 72 രാഗം ഉണ്ടാക്കിയിട്ടുണ്ട്. 72 രാഗമുണ്ട്. ആ രാഗത്തിൽ മാത്രമേ നമുക്ക് പാട്ട് പാടാൻ പറ്റുള്ളൂ. അപ്പൊ ഹിന്ദുസ്ഥാനിയിലാണെങ്കിലോ മെയിൻ ആയിട്ടുള്ള 6 രാഗമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരുപാട് രാഗമുണ്ട്. ആർക്ക് വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. ഓക്കെ. അത് നമുക്ക് വഴിയെ പഠിക്കാം. ഇപ്പൊ നമുക്ക് കർണാട്ടിക്കാണ് നോക്കുന്നത്. അപ്പൊ നിങ്ങൾ പഠിച്ചു വെച്ചോ, കർണാട്ടിക്കിൽ 72 രാഗാസ് ആണ് ഉള്ളത്. പിന്നെന്താ? ഇതിൽ മെയിൻ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ഏതാ യൂസ് ചെയ്യുന്നത്? വീണയുണ്ട്, ഫ്ലൂട്ട് ഉണ്ട്, മൃദംഗമുണ്ട്, വയലിൻ ഉണ്ട്. അപ്പൊ ഈ ഇൻസ്ട്രുമെന്റിനെ പറ്റിയൊക്കെ നമുക്ക് ഇതിന്റെ ബാക്കി നമ്മൾ പഠിക്കുന്നുണ്ടാവും. ഓക്കെ. അപ്പൊ മെയിൻ ആയിട്ടുള്ള വീണ, ഫ്ലൂട്ട്, മൃദംഗം, അതുപോലെ തന്നെ വയലിൻ, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കർണാട്ടിക് മ്യൂസിക്കിൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ കർണാട്ടിക് മ്യൂസിക്കിൽ ഇൻസ്ട്രുമെന്റിനും ഇമ്പോർട്ടൻ്റ് ഉണ്ട്, അതുപോലെ നമ്മൾ വോക്കൽ പാടുന്നതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷെ ഹിന്ദുസ്ഥാനിയിലാണെങ്കിൽ നമ്മൾ പാട്ടിന് മാത്രമേ വോക്കലിന് മാത്രമാണ് അധികം ഇമ്പോർട്ടൻസ്. ഓക്കെ. കർണാട്ടിക്കിലാണെങ്കിൽ രണ്ടിനും, വോക്കലിനും ഇൻസ്ട്രുമെന്റിനും ഒരേപോലെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഹിന്ദുസ്ഥാനിയിൽ വോക്കലിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൂടുതലാണ്. ആ കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. പിന്നെന്താ? നമ്മൾ കർണാട്ടിക്കിൽ നമുക്കറിയാം, നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. എന്താ? ഇതുപോലെ കർണാട്ടിക്കിൽ പല്ലവി, അനുപല്ലവി, അതുപോലെ ചരണം, ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ആദ്യത്തെ കുറച്ച് പല്ലവി, പിന്നെ അനുപല്ലവി, ചരണം. നമ്മൾ ഈ സ്റ്റാർ സിംഗറൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ലേ, പല്ലവി ശരിയില്ല അങ്ങനെയൊക്കെ പറയില്ലേ. അപ്പോൾ പല്ലവി, അനുപല്ലവി, ചരണം, ഈ കാര്യങ്ങളൊക്കെ ഉള്ളത് കർണാട്ടിക് മ്യൂസിക്കിലാണ്. ഓക്കെ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു നോക്കാം. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്താ? കർണാട്ടിക് മ്യൂസിക്കിലെ ഇമ്പോർട്ടൻ്റ് പേഴ്സണാലിറ്റീസ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമ്മൾ ആദ്യം പഠിച്ചു വെക്കേണ്ട ക്യൂൻ ഓഫ് കർണാട്ടിക് മ്യൂസിക്. ആരാണ് ക്യൂൻ ഓഫ് കർണാട്ടിക് മ്യൂസിക്? ക്വസ്റ്റ്യൻ വരാം. എന്താ? MS സുബലക്ഷ്മി മധുരയിലാണ് ജനിച്ചത്. അതായത് തമിഴ്നാട്ടിലെ മധുരയിൽ ജനിച്ച ഒരാളാണ് MS സുബലക്ഷ്മി. അവരാണ് ക്യൂൻ ഓഫ് കർണാട്ടിക് മ്യൂസിക് എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. ഓക്കെ. അപ്പോൾ ഇതാണ്
MS സുബ്ബലക്ഷ്മി. മനസ്സിലായോ? അപ്പോൾ ഇവരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ പഠിച്ചു വെക്കാനുള്ള, ആദ്യമായിട്ട് ഭാരത് രത്ന ലഭിച്ച ഇന്ത്യൻ മ്യൂസീഷ്യനാണ് ആര്? MS സുബ്ബലക്ഷ്മി. ആദ്യമായിട്ട് ഭാരത് രത്ന ലഭിച്ച ഇന്ത്യൻ മ്യൂസീഷ്യനാണ് MS സുബ്ബലക്ഷ്മി. 1998 ഭാരത് രത്ന ലഭിച്ചത്. അപ്പോൾ ഈ ഭാരത് രത്ന എന്താണെന്ന് അറിയാലോ? ഇന്ത്യസ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡാണ് ഭാരത് രത്ന. ഓക്കെ, ഭാരത് രത്നയാണ് ഇന്ത്യയിലെ ഹയസ്റ്റ് സിവിലിയൻ അവാർഡ്. അപ്പോൾ ഹയസ്റ്റ് ഭാരത് രത്നയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് ഹയസ്റ്റ് എന്താണ്? സെക്കൻഡ് ഹയസ്റ്റ് ഒക്കെ പത്മ അവാർഡ്സ് ആണ് നമുക്ക് വരുന്നത്. അതായത് എന്താ? ഹയസ്റ്റ് അതായത് ഫസ്റ്റത്തത് ഭാരത് രത്ന, രണ്ടാമത്തത് പത്മ വിഭൂഷൺ ആണ്. രണ്ടാമത്തെ പത്മവിഭൂഷൺ. മൂന്നാമത്തെ എന്താ? പത്മഭൂഷൺ. പിന്നെ പത്മശ്രീ. അപ്പൊ ഇങ്ങനെയാണ് സിവിലിയൻ അവാർഡ്സ് വരുന്നത്. ആദ്യത്തേത് അപ്പൊ നിങ്ങൾ ഇവിടെ പഠിച്ചു വെക്കണം. എന്താ ഇത്? നമുക്ക് ക്വസ്റ്റ്യൻ വരാം. ആദ്യത്തെ ഫസ്റ്റത്തെ സിവിലിയൻ അവാർഡ്, ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ഭാരത് രത്ന. അത് കഴിഞ്ഞാൽ എന്താ? പത്മവിഭൂഷൺ. അത് കഴിഞ്ഞാൽ തേർഡ് എന്താ? പത്മഭൂഷൺ. പിന്നെ ഫോർത്ത് എന്താ? പത്മശ്രീ. ഓക്കെ, ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ എന്താ പഠിച്ചേ? നമ്മൾ ഹയസ്റ്റ് സിവിലിയൻ പഠിച്ചു. അപ്പൊ നമുക്കൊന്ന് ഹയസ്റ്റ് എന്താ? മിലിറ്ററി അവാർഡ്സ് പഠിക്കാമല്ലോ. മിലിറ്ററി അവാർഡ്സ് നോക്കിയാൽ എന്താ? മിലിറ്ററി അവാർഡ്സ് നോക്കിയാൽ നമുക്ക് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് വാർ ടൈമിൽ കിട്ടുന്നത് ഉണ്ട്, അതുപോലെ തന്നെ പീസ് ടൈമിൽ കിട്ടുന്നുണ്ട്. വാർ ടൈമിൽ കിട്ടുന്ന ഹയസ്റ്റ് എന്താ? വാർ ടൈമിൽ കിട്ടുന്ന ഹയസ്റ്റ് ആണ് പരംവീർ ചക്ര. പരംവീർ ചക്ര. അപ്പൊ സെക്കൻഡ് ഹയസ്റ്റ് എന്തായിരിക്കും? ഹയസ്റ്റ് ആണ് പരംവീർ ചക്ര. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹയസ്റ്റ് എന്താ? മഹാവീർ ചക്ര. പിന്നെ തേർഡ് ഹയസ്റ്റ് എന്താണ്? വീർ ചക്ര. ഓക്കെ, ഹയസ്റ്റ് എന്താണ്? ഹയസ്റ്റ് നമ്മൾ പഠിച്ചു പരംവീർ ചക്ര, പിന്നെ മഹാവീർ ചക്ര, പിന്നെ വീർ ചക്ര. ഇതാണ് ഹയസ്റ്റ് മിലിറ്ററി ഹയസ്റ്റ് സിവിൽ അവാർഡ്. മിലിറ്ററിയിലെ ഹയസ്റ്റ് അവാർഡ്, അതായത് വാർ ടൈമിലുള്ള മിലിറ്ററി ഹയസ്റ്റ് അവാർഡാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി പീസ് ടൈമിലുള്ള അവാർഡ് എന്താണ്? പീസ് ടൈമിൽ നോക്കിയാൽ നമുക്ക് മിലിറ്ററി അവാർഡാണ്. മിലിറ്ററി അവാർഡിൽ നമ്മൾ എന്താ? വാർ ടൈമിൽ നോക്കി. വാർ ടൈമിൽ ഏതൊക്കെയാണ്? പരംവീർ, പിന്നെ മഹാവീർ, അത് കഴിഞ്ഞിട്ട് വീർ ചക്ര. ഇനി നമുക്ക് പീസ് ടൈമിലല്ലേ? പീസ് ടൈമിലാണെങ്കിൽ അപ്പൊ നമ്മൾ കേട്ടെന്താ? അശോക ചക്ര, അതുപോലെ കീർത്തി ചക്ര, പിന്നെ ശൗര്യ ചക്ര. അപ്പൊ ഈ കാര്യങ്ങളാണ് പരംവീർ, മഹാവീർ, വീർ, അശോക ചക്ര, കീർത്തി ചക്ര, ശൗര്യ ചക്ര. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കാം. അതുപോലെ സിവിലിയൻ നമ്മൾ പഠിച്ചോളൂ. എന്താ? ഭാരത് രത്ന, അത് കഴിഞ്ഞ് പത്മ വിഭൂഷൺ, പിന്നെ പത്മഭൂഷൺ, പിന്നെ പത്മശ്രീ. ഇതാണ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കാം. പിന്നെ നമ്മൾ നോക്കിയാൽ എന്താ? അപ്പൊ ആദ്യമായിട്ട് മ്യൂസീഷ്യനിൽ ഭാരത് രത്ന വാങ്ങിയത് നമ്മുടെ MS സുബ്ബലക്ഷ്മിയാണ്. അത് കഴിഞ്ഞിട്ടോ ഫസ്റ്റ് ഇന്ത്യൻ മ്യൂസീഷ്യൻ ടു പെർഫോം, അതായത് ആദ്യത്തെ ഇന്ത്യൻ മ്യൂസീഷ്യൻ ഇവിടെ UN ജനറൽ അസംബ്ലിയിൽ പെർഫോം ചെയ്തത് ആരാണ്? MS സുബ്ബലക്ഷ്മിയാണ്. ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ പെർഫോം ചെയ്തത് MS സുബ്ബലക്ഷ്മിയാണ്. ഫസ്റ്റ് ഇന്ത്യൻ 1966. അപ്പോൾ ഈ ഡേറ്റ് നിങ്ങൾ പഠിച്ചു വെക്കാം. പിന്നെന്താ? റമൺ മഗ്സസെ അവാർഡ് ലഭിച്ചത് ആദ്യമായിട്ട് ലഭിച്ച ഇന്ത്യൻ മ്യൂസീഷ്യനും ആരാണ്? MS സുബ്ബലക്ഷ്മിയാണ്. എപ്പോഴാണ്? 1974 MS സുബ്ബലക്ഷ്മിക്ക് റമൺ മഗ്സസെ അവാർഡ് ലഭിച്ചത്. അപ്പോൾ ആ കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ ഈ റമൺ മഗ്സസെ അവാർഡ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്? 1957. ഇത് SSക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴാണ് റമൺ മഗ്സസെ അവാർഡ് സ്റ്റാർട്ട് ചെയ്തതെന്ന്? 1957. അപ്പം 1957 റമൺ മഗ്സസെ അവാർഡ് സ്റ്റാർട്ട് ചെയ്തു. ഇന്ത്യൻ മ്യൂസീഷ്യന് ഫസ്റ്റ് കിട്ടിയത് ആർക്കാണ്? MS സുബ്ബലക്ഷ്മിക്കാണ് റമൺ മഗ്സസെ ഫസ്റ്റ് ആയിട്ട് ലഭിച്ചത്. അപ്പോൾ ഫസ്റ്റ് ഇന്ത്യക്കാരൻ ആരാ?
ഫസ്റ്റ് ഇന്ത്യക്കാരനാരാ? വിനോബ ഭാവെയാണ് ആദ്യമായിട്ട് റമൺ മഗ്സസെ അവാർഡ് ലഭിച്ചത്. 1958 ഇദ്ദേഹം റമൺ മഗ്സസെ അവാർഡ് ലഭിച്ചത്. അതുപോലെ തന്നെ ഇദ്ദേഹം എന്തിനാണ് ലഭിച്ചത്? ഭൂദാൻ മൂവ്മെന്റ്, അതായത് എന്താ, നമ്മുടെ ഭൂമി ദാനം ചെയ്യുന്ന മൂവ്മെന്റ് നടത്തിയതുകൊണ്ടാണ് ഇവർക്ക് എന്താ വിനോബ ഭാവെക്ക് റമൺ മഗ്സസെ അവാർഡ് ലഭിച്ചത്. എന്താണ്? ഭൂദാൻ മൂവ്മെന്റ് നടത്തിയതുകൊണ്ടാണ് റമൺ മഗ്സസെ അവാർഡ് വിനോബ ഭാവെക്ക് ലഭിച്ചത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കാം. പിന്നെന്താണ്? പിന്നെ അത് അടുത്ത, അതായത് കർണാട്ടിക് മ്യൂസിക്കിലെ മെയിൻ ആയിട്ടുള്ള ആളാണ് MS സുബ്ബലക്ഷ്മി. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരാളാണ് എന്താ, GN ബാലസുബ്രഹ്മണ്യൻ. ഈ ഫോട്ടോ കണ്ടില്ലേ? ഇതാണ് GN ബാലസുബ്രഹ്മണ്യൻ. അതുപോലെ പ്രിയ സിസ്റ്റേഴ്സും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. എന്താ? ഷൺമുഖപ്രിയയും അതുപോലെ ഹരിപ്രിയ. ഇവരെയാണ് നമ്മൾ പ്രിയ സിസ്റ്റേഴ്സ് എന്ന് പറയാം. ഇവരും കർണാട്ടിക് മ്യൂസിക്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണ്. പിന്നെ നമുക്കറിയുന്ന ആളാണ് ബോംബെ ജയശ്രീ. ഇവരും കർണാട്ടിക് മ്യൂസിക്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ എന്താണ്, ആദ്യമായിട്ട് ഭാരത് രത്ന ലഭിച്ചത് ആർക്കാണ്? മ്യൂസിഷ്യൻ ആരാണ്? MS സുബ്ബലക്ഷ്മി. അതുപോലെ തന്നെ UN ജനറൽ അസംബ്ലിയിൽ ആദ്യമായി പാട്ട് പാടിയ പെർഫോം ചെയ്ത ആളാണ് MS സുബ്ബലക്ഷ്മി. അതുപോലെ തന്നെ റമൺ മഗ്സസെ ആദ്യമായിട്ട് ലഭിച്ചതും എന്താ, മ്യൂസീഷ്യനും MS സുബ്ബലക്ഷ്മിയാണ്. ആദ്യമായിട്ട് ലഭിച്ച ഇന്ത്യക്കാരൻ വിനോബ ഭാവെയാണ്. 1957 റമൺ മഗ്സസെ സ്റ്റാർട്ട് ചെയ്തത്. 58 തന്നെ വിനോബ ഭാവെക്ക് കിട്ടി. എന്തിനാ? ഭൂദാൻ മൂവ്മെന്റ് നടത്തിയത് കൊണ്ടാണ് വിനോബ ഭാവെക്ക് നമുക്ക് റമൺ മഗ്സസെ അവാർഡ് ലഭിച്ചത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. അടുത്ത നമുക്ക് നോക്കാം. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻ നോക്കിയാലോ. അതായത് കർണാട്ടിക് മ്യൂസിക്കിലെ എത്ര റാഗാസ്, ഹൗ മെനി മേളകർത്ത റാഗാസ് ആർ ദെയർ ഇൻ കർണാട്ടിക് മ്യൂസിക്? നമ്മൾ നേരത്തെ പഠിച്ചല്ലോ. എത്രയാ? 72 കർണാട്ടിക് മ്യൂസിക്കിലുള്ള റാഗാസ്. 72 കർണാട്ടിക് മ്യൂസിക്കിലെ റാഗാസ്. പിന്നെന്താ, ആരാണ് എന്താ ഫാദർ ഓഫ് കർണാട്ടിക് മ്യൂസിക്? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഫാദർ ഓഫ് കർണാട്ടിക് മ്യൂസിക് ആരാ? പുരന്ദരദാസ്. വിജയനഗര എംപറിന്റെ അവിടെ ഉണ്ടായ എന്താ ആളാണ്? പുരന്ദരദാസ്. വിജയനഗര എംപറിൽ ഉണ്ടായ ആളാണ് പുരന്ദരദാസ്. ഓക്കെ, ഫാദർ ഓഫ് കർണാട്ടിക് മ്യൂസിക് പുരന്ദരദാസ്. സിമ്പിൾ അല്ലേ? ഇതൊക്കെ 2022 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. NTPC എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാൽ എന്താ, ട്രിനിറ്റി ആരാണ്? ട്രിനിറ്റി ഓഫ് കർണാട്ടിക് മ്യൂസിക്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ത്യാഗരാജ ശ്യാമശാസ്ത്രി മുത്തുസ്വാമി ദീക്ഷിതർ. ത്യാഗശ്യാമമുത്തു. അപ്പൊ ഏതാണ്? ഓപ്ഷൻ സി, ത്യാഗശ്യാമമുത്തു. എന്താണ്? ത്യാഗശ്യാമമുത്തു. ത്യാഗരാജ സ്വാമികള്, പിന്നെന്താ, ശ്യാമശാസ്ത്രി മുത്തുസ്വാമി ദീക്ഷിതർ. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ പഠിച്ചു നോക്കാം. അടുത്ത ക്ലാസിക്കൽ മ്യൂസിക് ആണ്. ആദ്യത്തെ നമ്മൾ കർണാട്ടിക് മ്യൂസിക് പഠിച്ചു. ഇനി ഹിന്ദുസ്ഥാനി മ്യൂസിക് പഠിക്കാം. അപ്പൊ ഹിന്ദുസ്ഥാനി മ്യൂസിക്, നമ്മൾ കർണാട്ടിക് മ്യൂസിക് നമ്മൾ പറഞ്ഞു എവിടെയാണ്? സദേൺ ഏരിയയിലാണ് കർണാട്ടിക് മ്യൂസിക് ഉണ്ടായത്. സദേൺ ഏരിയയിൽ 4 സ്റ്റേറ്റിന്റെ പേര് പറഞ്ഞു. ഇപ്പൊ 5 സ്റ്റേറ്റ് ഏതാ? കേരളം, കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന. ഓക്കെ, അപ്പൊ ഈ ഏരിയയിലാണ് കർണാട്ടിക് മ്യൂസിക് ഉണ്ടായത്. ഇനി നോർത്തേൺ ഏരിയയിലാണ് നമുക്ക് എന്താ ഹിന്ദുസ്ഥാനി മ്യൂസിക് ഉണ്ടായത്. അപ്പൊ അവിടുത്തെ ഒരു ഇമ്പോർട്ടന്റ്, അതായത് ഇതിന്റെ പൈനിയർ ഓഫ് എന്താ ഹിന്ദുസ്ഥാനി മ്യൂസിക് എന്ന് അറിയപ്പെടുന്നത് അമീർ ഖുസ്രു ആണ്. അമീർ ഖുസ്രു ആരാണ്? അമീർ ഖുസ്രു ആണ് നമ്മളെ എവിടെയാ? ഡൽഹി സൽത്തനറ്റിന്റെ കോർട്ടിലൊക്കെ ഉണ്ടായ ആളാണ് അമീർ ഖുസ്രു. എവിടെയാണ്? ഡൽഹി സൽത്തനറ്റ് അവിടെ ഉണ്ടായതാണ് അമീർ ഖുസ്രു. ആ ഡൽഹി സൽത്തനറ്റിൽ തന്നെ അലാവുദ്ദീൻ ഖിൽജിന്റെ കോർട്ടിലുണ്ടായ ആളാണ് എന്താ? അമീർ ഖുസ്രു. അലാവുദ്ദീൻ ഖിൽജിന്റെ മാത്രമല്ല, ഇവിടെ തുഗ്ലക്കിന്റെ ഉണ്ടായ, ബൽബൻ ഉണ്ടായ, ഇവിടെയൊക്കെ ഉണ്ടായ ആളാണ് അമീർ ഖുസ്രു. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണ് അമീർ ഖുസ്രു. അപ്പൊ നമ്മൾ നോക്കിയാൽ അയാളൊരു എന്താ സൂഫി പോയിട്ടാണ്, സൂഫി സിംഗർ ആണ്, അതുപോലെ പോയിട്ടാണ്. ഓക്കെ, അമീർ ഖുസ്രു ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ ഡൽഹി സൽത്തനറ്റിന്റെ കോർട്ടിലുണ്ടായ അമീർ ഖുസ്രു. അപ്പോൾ പിന്നെ നമ്മൾ എന്താ, ഈ ഹിന്ദുസ്ഥാനി മ്യൂസിക്കില് അറബ്, പേർഷ്യൻ, അതുപോലെ അഫ്ഗാൻ ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ നോക്കിയാൽ എന്താ, ഇവിടെ സദേൺ ഏരിയ ആണെങ്കിൽ ഇവിടെ എന്താ 2-3 സൈഡിലും കടലായതുകൊണ്ട് കൂടുതൽ ആൾക്കാരൊന്നും ഇങ്ങോട്ട് വരുന്നില്ല. ഓക്കെ, പക്ഷേ നിങ്ങൾ നോക്കിയാൽ എന്താ, നദേൺ ഏരിയ ആയതുകൊണ്ട് ഈ ഏരിയയിൽ നിന്നൊക്കെ ആൾക്കാർ വന്നുകൊണ്ട് ഈ ഏരിയൻ്റെ ഒക്കെ ഇൻഫ്ലുവൻസ് ഉണ്ടാവും. അറബ്, പേർഷ്യൻ, അതുപോലെ തന്നെ എന്താ അഫ്ഗാൻ ഇവിടെ അല്ലേ, ആ ഏരിയൻ്റെ ഒക്കെ ഇൻഫ്ലുവൻസ് നമുക്ക് എന്താ ഹിന്ദുസ്ഥാനി മ്യൂസിക്കിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഹിന്ദുസ്ഥാനി ഉണ്ട്.
ഒരുപാട് വെറൈറ്റി, അങ്ങനെ അതിനെയാണ് നമ്മൾ ഘറാന എന്ന് പറയാം. ഘരാനാസ് എന്താ, ഒരുപാട് സ്കൂൾസ് ഓഫ് ഹിന്ദുസ്ഥാനി മ്യൂസിക് ഉണ്ട്. ഒരു എന്താ, നമ്മളിപ്പോൾ കേരളത്തിൽ തന്നെ നമ്മൾ കാസർഗോഡ് ഒരു സ്ലാങ് ആണ്, തിരുവനന്തപുരം ഒരു സ്ലാങ് ആണ്, അങ്ങനെ ഓരോ ഏരിയ, കൊച്ചിയിലും ഒരു സ്ലാങ് ആണ്, അങ്ങനെ ഓരോ ഏരിയയിൽ പോയാൽ ഓരോ സ്ലാങ് ഉണ്ടാവും. അതുപോലെ തന്നെ ഹിന്ദുസ്ഥാനി മ്യൂസിക്കിൽ ഓരോ ഏരിയയിൽ ഓരോ ടൈപ്പ് ഹിന്ദുസ്ഥാനി മ്യൂസിക് ഉണ്ട്. ഓരോ തരത്തിലാണ് ഓരോ ഏരിയയിൽ ഉള്ളത്. അതിനെയാണ് നമ്മൾ ഘരാന എന്ന് പറയാം. ഓരോ സ്കൂൾസ് ഓഫ് മ്യൂസിക്കിനെയാണ് നമ്മൾ ഘരാന എന്ന് പറയാം. അപ്പൊ ഘരാന നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, നമ്മൾ വഴിയെ പഠിക്കുന്നതായിരിക്കും ഘരാനാസ്. ഓക്കെ, അപ്പോൾ അറബ്, പേർഷ്യൻ, അഫ്ഗാൻ ഇവരൊക്കെ ഇൻഫ്ലുവൻസ് നമുക്ക് എന്താ ഹിന്ദുസ്ഥാനി മ്യൂസിക്കിലുണ്ട്. അപ്പോൾ ഹിന്ദുസ്ഥാനി മ്യൂസിക്കിൽ നമുക്ക് ഒരുപാട് ചേഞ്ചസ്, ആർക്ക് വേണമെങ്കിലും ചേഞ്ചസ് വരുത്താം. പക്ഷെ കർണാട്ടിക് അങ്ങനെയല്ല. കർണാട്ടിക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 72 രാഗാസ് ഉണ്ട് കർണാട്ടിക്കിൽ. 72 രാഗാസ് ഉണ്ട് കർണാട്ടിക്കിൽ. അതുപോലെ ആ ഒരു ഫിക്സ് രാഗാസ് ആണ് 72 രാഗാസ്. പക്ഷെ ഹിന്ദുസ്ഥാനിയിലാണെങ്കിൽ 6 രാഗാസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ ചേഞ്ച് വന്നിട്ട് ഒരുപാട് രാഗാസ് ഉണ്ട്. ഒരുപാട് 1000 കണക്കിന് രാഗാസ് നമുക്ക് ഹിന്ദുസ്ഥാനിയിലുണ്ട്. അങ്ങനെ ഒരുപാട് ചേഞ്ച് വന്നുകൊണ്ട് തന്നെ നമുക്ക് എന്താ ഘറാനാസ് ഒരുപാടുണ്ട്. എങ്ങനെയാ ഘറാനാസ് എന്ന് പറഞ്ഞാൽ ഓരോ സ്കൂൾസ്, ഓരോ വെറൈറ്റി. അപ്പോൾ ഒരു ഗുരുവിന്റെ കീഴിൽ ഒരുപാട് ആൾക്കാർ, അപ്പൊ അത് ഒരു ഘരാന. അങ്ങനെ മറ്റൊരു ഗുരുവിന്റെ കീഴിൽ ഒരുപാട് ആൾക്കാർ, അപ്പൊ ആ ഗുരുവിന്റെ സ്റ്റൈലായിരിക്കും ആ ഘരാനയിലുള്ള ആൾക്കാർ പഠിച്ചിട്ടുണ്ടാവുക. അങ്ങനെ അതിനെയാണ് നമ്മൾ ഘരാന എന്ന് പറയാം. മനസ്സിലായില്ലേ? അതായത് ഇപ്പൊ എന്താ ഗ്വാളിയർ ഘരാന എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഗുരു, അതിന്റെ ശിഷ്യന്മാര് ആ ഒരു സ്റ്റൈൽ ഓഫ് ഹിന്ദുസ്ഥാനി മ്യൂസിക് ആണ് പഠിച്ചിട്ടുള്ളത്. അതുപോലെ മറ്റൊരു ഘരാന പട്യാല ഘരാന ആണെങ്കിലോ, പട്യാല ഘരാന എന്ന സ്ഥലത്താണെങ്കിൽ ഈ ഘരാനയൊക്കെ ഓരോ സ്ഥലത്തിന്റെ പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. അപ്പൊ ഈ പട്യാല ഘരാനയിൽ എന്താ അവിടെ ഒരു ഗുരു, ആ ഗുരുവിന്റെ കീഴിൽ പഠിച്ച ആൾക്കാരൊക്കെ ആ ഒരു സ്റ്റൈൽ ഓഫ് എന്താ ഹിന്ദുസ്ഥാനി മ്യൂസിക് ആയിരിക്കും പഠിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരുപാട് ഘരാനാസ് ഉണ്ട്. ഓക്കെ, നമുക്ക് പഠിക്കാം. ഇനി മെയിൻ ആയിട്ടുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് എന്താ യൂസ് ചെയ്യുന്നത്? നമ്മൾ തബല, സാരംഗി, സിത്താർ, സന്തൂർ, തമ്പുരു. ഓക്കെ, ഈ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെയാണ് നമ്മൾ ഹിന്ദുസ്ഥാനിയിൽ യൂസ് ചെയ്യുന്നത്. ആ കാര്യങ്ങൾ പഠിക്കാം. പിന്നെ ഇനി നമുക്ക് മെയിനായിട്ട് 10 സ്റ്റൈൽ ഉണ്ട്. പാടുന്നതിന് 10 തരത്തിലുള്ള സ്റ്റൈൽ ഉണ്ട് ഹിന്ദുസ്ഥാനി മ്യൂസിക്കിൽ. അപ്പൊ ഘരാന വേറെയാണ്, ഈ സ്റ്റൈൽ വേറെയാണ്. ഘരാന എന്താ പറഞ്ഞാൽ ഓരോ സ്ഥലത്തിന്റെ പേരിൽ നമ്മൾ ഘരാന അറിയപ്പെടും. ഓരോ സ്ഥലത്തിൽ ഓരോ ടൈപ്പാണ് നമ്മൾ മ്യൂസിക് ഉള്ളത്. അതായത് നമ്മൾ ഇവിടെ പറഞ്ഞില്ലേ കാസർഗോഡ് വേറെ സ്ലാങ്, ഓരോ സ്ലാങ് ഇല്ലേ, അതുപോലെ ഓരോ മ്യൂസിക് ഉണ്ട് നമ്മൾ എന്താ ഹിന്ദുസ്ഥാനിയിൽ ഘരാന എന്നറിയപ്പെടും. ഈ 10 തരത്തിലുള്ള സ്റ്റൈല് വേറെയാണ്. 10 തരത്തിലുള്ള സ്റ്റൈല് നമുക്കുണ്ട്. അത് ഏതൊക്കെയാണ്? ധ്രുപദ്, ഖയാൽ, പിന്നെന്താ തപ്പ, ചതുരംഗ, തരാന, സാരംഗ്, തുമ്രി, രാഗസാഗർ, ഹോറി, ധമാർ. അപ്പൊ ഇങ്ങനെ 10 തരത്തിലുള്ള സ്റ്റൈല് നമുക്ക് ഹിന്ദുസ്ഥാനിയിലുണ്ട്. ഓക്കെ, ഘരാന ഒരുപാടുണ്ട്, നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് എന്താ മേജർ ഘരാനാസ് ഒന്ന് നോക്കിയാലോ. ഘരാനാസ് ഞാൻ പറഞ്ഞു എന്താ സ്കൂൾസ് ഓഫ് ഹിന്ദുസ്ഥാനി മ്യൂസിക് ആണ് ഘരാനാസ്. അതായത് ഒരു കൂട്ടം ആൾക്കാർ ഒരു സ്റ്റൈൽ, ഒരു തരത്തിലായിരിക്കും നമ്മളെ ഹിന്ദുസ്ഥാനി മ്യൂസിക്. അതായത് ഗുരു ശിഷ്യ ബന്ധുവില്ല, ആ ഗുരുവിന്റെ കീഴിലുള്ള ആൾക്കാരൊക്കെ ആ സ്റ്റൈലായിരിക്കും ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഗ്വാളിയർ ഘരാന നമുക്ക് നോക്കാം. ഗ്വാളിയർ ഘരാനയുടെ ഫൗണ്ടർ ആരാണ് നോക്കാം. നത്തു ഖാൻ, അതായത് നത്തൻ പീർ ബക്ഷ്, അതുപോലെ ഉസ്താദ് ഹസ്സു ഖാൻ, ഹദ്ദു ഖാൻ. അപ്പൊ ഈ 4 ആൾക്കാരാണ് നമ്മൾ ഗ്വാളിയർ ഘരാനയുടെ ഫൗണ്ടർ ആയിട്ട് പറയുന്നത്. ആരാണ്? നത്തു, പിന്നെന്താ നത്തൻ, ഹസ്സു, ഹദ്ദു. നത്തു, നത്തൻ, ഹസ്സു, ഹദ്ദു. ഈ ആൾക്കാരാണ് നമ്മളെ എന്താ ഗ്വാളിയർ ഘരാനയുടെ ഫൗണ്ടർ ആയിട്ട് പറയുന്നത്. നമ്മൾ നേരത്തെ ഒരു പഠിച്ചല്ലോ ത്യാഗ, ശാമ, മുത്തു. എന്താ കർണാട്ടിക്കിന്റെ ട്രിനിറ്റി ആണ് ത്യാഗ, ശാമ, മുത്തു. അതുപോലെ തന്നെ ഇവിടെ എന്താ നത്തു, നത്തൻ, ഹസ്സു, ഹദ്ദു. നത്തു, നത്തൻ, ഹസ്സു, ഹദ്ദു ഇവരാണ് എന്താ ഗ്വാളിയർ ഘരാനയുടെ ഫൗണ്ടേഴ്സ്. ഓക്കെ, ഇത് ഓൾഡസ്റ്റ് ഘരാനാണ്. ഓൾഡസ്റ്റ് ഘരാനയാണ് നമ്മുടെ എന്താ ഗ്വാളിയർ ഘരാന. പിന്നെ ഇവിടെ മെയിൻ ആയിട്ടുള്ള ആളാണ് എന്താ വിഷ്ണു ദിഗംബർ പലുസ്കർ. വിഷ്ണു ദിഗംബർ പലുസ്കർ ഇയാൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇയാളാണ് എന്താ ഗാന്ധർവ സ്കൂൾ ഫൗണ്ട് ചെയ്ത്. ഗാന്ധർവ സ്കൂൾ ഫൗണ്ട് ചെയ്തത് വിഷ്ണു പലുസ്കർ ആണ്. 1901 ഗാന്ധർവ സ്കൂള് വിഷ്ണു പലുസ്കർ ഫൗണ്ട് ചെയ്ത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നിങ്ങൾ പഠിച്ചു വെക്കുക. ക്ലിയർ? അപ്പോൾ നത്തു, നത്തൻ, ഹസ്സു, ഹത്തു ഈ ആൾക്കാരാണ് ഫൗണ്ട് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് ഈ ഗ്വാളിയർ ഘരാനയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരാളാണ്. ഈ 4 പേര് ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മറ്റൊരാളാണ് വിഷ്ണു ദിഗംബർ പലുസ്കർ. ഓക്കെ, അദ്ദേഹമാണ് നമ്മളെ ഗാന്ധർവ സ്കൂള് ഫൗണ്ട് ചെയ്തത്. 1901 ഗാന്ധർവ സ്കൂള് വിഷ്ണു ദിഗംബർ പലുസ്കർ ഫൗണ്ട് ചെയ്തു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഘിരാന ഘരാന. അവതിലുള്ള ഘിരാന ഘരാന ആണ് അടുത്ത.
ഇതിന്റെ ഫൗണ്ടർ ആരാണ്? അബ്ദുൽ കരീം ഖാനും അതുപോലെ തന്നെ അബ്ദുൽ വഹീം ഖാനും. അബ്ദുൽ കരീം ഖാനും അബ്ദുൽ വഹീം ഖാനും ഇതൊക്കെ പഠിക്കേണ്ടതാണ്. അതുപോലെ തന്നെ അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആൾക്കാരാണ് ഏതൊക്കെയാണ്? ആരാ? ഗംഗൂബായ് ഹങ്കൽ, അതുപോലെ തന്നെ ഹീറാബായ് ബറോദേക്കർ, ഗംഗൂബായ് ഹങ്കൽ, ഹീറാബായ് ബറോദേക്കർ, ഭീംസൻ ജോഷി ഇമ്പോർട്ടൻ്റ് ആണ്, പ്രഭ അത്രേ, പിന്നെ ബീഗം അക്തർ. ഇത്രയും ആൾക്കാർ ഇമ്പോർട്ടൻ്റ് ആണ്. ആരൊക്കെയാണ്? ഗംഗൂബായ് ഹങ്കൽ, ഹീറാബായ് ബറോദേക്കർ, ഭീംസൻ ജോഷി, പ്രഭ അത്രേ, ബീഗം അക്തർ. ഓക്കെ, ഇവരൊക്കെ ഹിരാന ഘറാനയിലുള്ള ഇമ്പോർട്ടൻ്റ് ആൾക്കാരാണ്. ഓക്കെ, അടുത്ത നമുക്ക് ആഗ്ര ഘരാന നോക്കാം. ആഗ്ര ഘരാനയുടെ ഫൗണ്ടർ ആരാണ്? ഹാജി സുജൻ ഖാനും പിന്നെ സുധാ ബക്ഷ്. ഓക്കെ, ആരാ? ഹാജി സുധാഖാനും പിന്നെന്താ? സുധാ ബക്ഷം ആണ് ഇവരുടെ ഫൗണ്ടർ. പിന്നെ അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആൾക്കാരുണ്ട്. ആരൊക്കെയാണ്? മൽഖാജനും ഫയാസ് ഖാനും ദിൻകർ കൈക്കിനെയും പിന്നെന്താ? ലത്താഫ് ഹുസൈൻ ഖാനും. ഓക്കെ, ലത്താഫ് ഹുസൈൻ ഖാൻ. അപ്പോൾ ഈ ആൾക്കാരെ നിങ്ങൾ പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പോൾ ആഗ്ര ഘരാനയുടെ ഫൗണ്ടേഴ്സ് ആരൊക്കെയാണ്? ഹാജി സുജൻ ഖാനും പിന്നെന്താ? സുജൻ ഖാനും സുധാ ബക്ഷുമാണ് അവരുടെ ആഗ്ര ഘരാനയുടെ ഫൗണ്ടേഴ്സ്. പിന്നെ നമ്മൾ മൽഖാജനും ഫയാസ് ഖാനും ദിൻകർ കൈനിയും ഹുസൈൻ ഖാനും, ഓക്കെ, ലത്താഫ് ഹുസൈൻ ഖാനും ഇവരുടെ ഇമ്പോർട്ടൻ്റ് ആൾക്കാരാണ്. ഓക്കെ, അടുത്ത ഘരാനയാണ് ജയ്പൂർ അത്രൗലി ഘരാന. ഇവിടുത്തെ ഫൗണ്ടർ ആരാണ്? ജയ്പൂർ അത്രൗലി ഘരാനയുടെ ഫൗണ്ടർ ആരാണ്? ഉസ്താദ് അല്ലാദിയ ഖാൻ ആണ് ജയ്പൂർ അത്രൗലി ഘരാനയുടെ ഫൗണ്ടർ. പിന്നെ അവിടുത്തെ ഇമ്പോർട്ടൻ്റ് എക്സ്പോണൻസ് ആരൊക്കെയാണ്? കിഷോരി അമ്മോക്കർ ഉണ്ട്, അതുപോലെ മല്ലികാർജുൻ മൻസൂർ ഉണ്ട്, കേസാർ ബാർ ഖേർക്കർ ഉണ്ട്, അതുപോലെ തന്നെ അശ്വനി ബിൻഡെ ദേശ്പാണ്ഡെ ഉണ്ട്, ശ്രുതി സദോലിക്കർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ആൾക്കാരൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കാം, ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കാം. ഉസ്താദ് അല്ലാദിയ ഖാൻ നിങ്ങൾ ഫൗണ്ടർ ആയിട്ട് പഠിച്ചു വെക്കാം, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത് നോക്കിയാൽ എന്താ? പട്യാല ഘരാനയുടെ ഫൗണ്ടർ ആരാണ്? മിയാ ഖല്ലു ആണ് പട്യാല ഘരാനയുടെ ഫൗണ്ടർ. പക്ഷെ നമ്മൾ ഘരാനയുടെ ഫൗണ്ടർ ആയിട്ട് പറയുന്നത് പട്യാല ഘരാനയുടെ ഫൗണ്ടർ ആയിട്ട് മിയാ ഖല്ലുവിനെ മാത്രമല്ല, നമ്മൾ ബക്ഷ് ഖാനെയും ഫത്തേഖ് അലി ഖാനെയും നമ്മൾ പട്യാല ഘരാനയുടെ ഫൗണ്ടർ ആയിട്ട് പറയുന്നുണ്ട്. അതായത് മിയാ ഖല്ലു ആണ് ഇത് ഫൗണ്ട് ചെയ്തത്, പക്ഷെ ഇത് പോപ്പുലറൈസ് ചെയ്തത്, ഇത് എക്സ്പാൻഡ് ചെയ്ത ആരൊക്കെയാണ്? അലി ബക്ഷ് ഖാനും ഫത്തേഖ് അലി ഖാനും. ഈ രണ്ടാൾക്കാരാണ് ഇത് പോപ്പുലറൈസ് ചെയ്തത്. അപ്പോൾ നമ്മൾ 3 ആൾക്കാരെ നമ്മൾ ഫൗണ്ടർ ആയിട്ട് പറയും. ആരാ? മിയാ ഖല്ലു, അലി ബക്ഷ് ഖാനും ഫത്തേഖ് അലി ഖാനും. ഈ 3 ആൾക്കാരെ നമ്മൾ ഇതിന്റെ ഫൗണ്ടർ ആയിട്ട് പറയും. പിന്നെ ഇതിന്റെ ഇമ്പോർട്ടൻ്റ് ആൾക്കാർ ആരൊക്കെയാണ്? എക്സ്പോണൻസ് ആരൊക്കെയാണ്? ബഡേ ഗുലാം അലി ഖാൻ. ഇയാൾ ഇമ്പോർട്ടൻ്റ് ആണ്. ബഡേ ഗുലാം അലി ഖാൻ ആരാണ്? ബഡേ ഗുലാം അലി ഖാൻ താൻസൻ ഓഫ് 20th സെഞ്ചുറി. ആരാണ് ഈ അതായത് നമുക്കറിയോ മിയാ താൻസനെ അറിയില്ലേ? മിയാ താൻസൻ. ഓക്കെ, 20th സെഞ്ചുറിയിലെ 20ാം നൂറ്റാണ്ടിലെ താൻസൻ ആയിട്ടാണ് നമുക്ക് ബഡേ ഗുലാം അലി ഖാനെ അറിയപ്പെടുന്നത്. ബഡേ ഗുലാം അലി ഖാനെ നമുക്ക് 20th സെഞ്ചുറിയിലെ താൻസൻ ആയിട്ടാണ് നമുക്ക് അറിയപ്പെടുന്നത്. അപ്പൊ ഈ താൻസൻ ആരാണ്? താൻസൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അക്ബറിന്റെ കോർട്ടിലുണ്ടായ മ്യൂസീഷ്യൻ ആണ്. ആരാണ്? അക്ബറിന്റെ കോർട്ടിലുണ്ടായ മ്യൂസീഷ്യൻ ആണ് മിയാ താൻസൻ. അക്ബറിന്റെ നവരത്നാസിനെ അറിയാലോ? നവരത്നാസ്. ഓക്കെ, നവരത്നാസില് ഒരാളാണ് അക്ബർ. മിയാ താൻസൻ. നവരത്നാസ് നമുക്കറിയാലോ ഇമ്പോർട്ടൻ്റ് ആൾക്കാരൊക്കെ. ബീർബൽ ഉണ്ട്, അതുപോലെ തന്നെ രാജ തോഡാർമാൽ ഉണ്ട്, മാൻസിംഗ് ഉണ്ട്, അങ്ങനെ ഒരുപാട്. എങ്ങനെ? നവരത്നാസ് 9 ആൾക്കാരെ ഉണ്ട്. അതിലൊരാളാണ് മിയാ താൻസൻ. അപ്പോൾ 20ാം നൂറ്റാണ്ടിന്റെ മിയാ താൻസൻ എന്നറിയപ്പെടുന്നത് ബഡേ ഗുലാം അലി ആസാദിനാണ്. ഓക്കെ, ബഡേ ഗുലാം അലി ആസാദ് പട്യാല ഘരാനയിലെ ആളാണ്. ഓക്കെ, അതുപോലെ ലക്ഷ്മി ശങ്കർ ഉണ്ട്, നയനാദേവി ഉണ്ട്, നിർമ്മൽ ദേവി, ലക്ഷ്മി ശങ്കർ. പിന്നെന്താ? ബഡേ ഗുലാം അലി ഖാൻ ആണ് 20ാം നൂറ്റാണ്ടിന്റെ താൻസൻ എന്നറിയപ്പെടുന്നത്. താൻസൻ ആരാണ്? മിയാ താൻസൻ ആരാണ്? അക്ബറിന്റെ കോർട്ടിലുണ്ടായ നവരത്നയാണ് മിയാ താൻസൻ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കാം. ഓക്കെ അല്ലേ? പക്കല്ലേ? പിന്നെ ഫൗണ്ടർ പട്യാല ഘരാനയുടെ ഫൗണ്ടർ മിയാ ഖല്ലു ഉണ്ട്, അലി ബക്ഷ് ഖാൻ ഉണ്ട്, അതുപോലെ തന്നെ ഫത്തേഖ് അലി ഖാൻ ഉണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പഠിക്കാം. അടുത്ത മേവാത്തി ഘരാനയുടെ
ആൾക്കാരൊക്കെയാണ് നോക്കാം. മേവാത്തി ഘരാനയുടെ ഉസ്താദ് ഗഗ്ഗെ നസീർ ഖാനുണ്ട്, ഉസ്താദ് വഹീദ് ഖാനുണ്ട്. ഇദ്ദേഹമാണ് ഈ രണ്ടാൾക്കാരാണ് ഫൗണ്ടേഴ്സ്. ഉസ്താദ് ഗഗ്ഗെ നസീർ ഖാൻ ഉണ്ട്, അതുപോലെ തന്നെ വാഹിദ് ഖാൻ ഉണ്ട്. ഇവരാണ് ഗഗ്ഗെ ഉണ്ട്, വാസിദ് ഖാൻ ഉണ്ട്. ഇവരാണ് ഫൗണ്ടേഴ്സ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആളാണ് പണ്ഡിറ്റ് ജസ്രാജ്. ഇദ്ദേഹമാണ് പണ്ഡിറ്റ് ജസ്രാജ്. അതുപോലെ തന്നെ പണ്ഡിറ്റ് രത്തൻ മോഹൻ ശർമ്മ. അപ്പൊ ഈ പണ്ഡിറ്റ് ജസ്രാജിനെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്, PYQ ആണ്. അതുപോലെ തന്നെ ഇതും PYQ ആണ്. പണ്ഡിറ്റ് രത്തൻ മോഹൻ ശർമ്മയും ഇതും PYQ ആണ്. അതായത് ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് വെച്ചാൽ പണ്ഡിറ്റ് ജസ്രാജ് ഏത് ഘറാനയിലെ ആളാണ്? ഏതാണ്? മേവാത്തി ഘറാനയുടെ ആളാണ് പണ്ഡിറ്റ് ജസ്രാജ്. ഇതാണ് പണ്ഡിറ്റ് ജസ്രാജ്. അതുപോലെ തന്നെ പണ്ഡിറ്റ് രത്തൻ മോഹൻ ശർമ്മ ഏതാണ്? അതും മേവാത്തി ഘറാനയുടെ ആളാണ്. ഓക്കെ, ഇത് രണ്ടും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പഠിച്ചു നോക്കുക. പണ്ഡിറ്റ് ജസ്രാജ്, പണ്ഡിറ്റ് രത്തൻ മോഹൻ ശർമ്മ. മേവാത്തി ഘറാനയുടെ ആൾക്കാരാണ്. ഇത് നമുക്ക് RRB NTPCക്ക് 2022 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? പണ്ഡിറ്റ് ഭീംസെൻ ജോഷി. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. എന്താ? പണ്ഡിറ്റ് ഭീംസെൻ ജോഷി അദ്ദേഹത്തിന് 2008 ഭാരത് രത്ന ലഭിച്ചത്. അദ്ദേഹം ഏത് ഘരാനയിലെ ആളാണെന്ന് ചോദിച്ചു. ഏത് ഘരാനയുടെ ആളാണ് പണ്ഡിറ്റ് ഭീംസെൻ ജോഷി? നമ്മൾ നേരത്തെ പഠിച്ചല്ലോ, ഖിറാന ഘരാനയുടെ ആളാണ് പണ്ഡിറ്റ് ഭീംസെൻ ജോഷി. ഓക്കെ, ഖിറാന ഘരാനയുടെ ആളാണ്. അപ്പൊ ഭീംസെൻ ജോഷിക്ക് എപ്പോഴാണ്? ഭീംസെൻ ജോഷിക്ക് ഭാരത് രത്ന ലഭിച്ചപ്പോഴാണ് 2008. അപ്പൊ നേരത്തെ ഒരാൾ നമ്മൾ പഠിച്ചല്ലോ, MS സുബലക്ഷ്മിക്ക് ലഭിച്ചപ്പോഴാണ് ഭാരത് രത്ന? 1998 MS സുബലക്ഷ്മി ഭാരത് രത്ന ലഭിച്ചത്. അപ്പൊ ഈ ഭാരത് രത്ന എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരാൾക്ക് കിട്ടുന്ന ഹയസ്റ്റ് സിവിലിയൻ അവാർഡാണ് ഭാരത് രത്ന. സെക്കൻഡ് ഹയസ്റ്റ് സിവിലിയൻ ഏതാണ്? നമ്മൾ പത്മ അവാർഡിൽ പത്മവിഭൂഷൺ ആണ് സെക്കൻഡ് ഹയസ്റ്റ്. തേർഡ് ഹയസ്റ്റ് എന്താ? പത്മഭൂഷൺ. ഫോർത്ത് പത്മശ്രീ. ഭാരത് രത്ന, പത്മവിഭൂഷൺ, പത്മശ്രീ, ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡ്. ഇപ്പൊ നമ്മൾ നോക്കിയാൽ എന്താ? ഭീംസെൻ ജോഷിക്ക് 2008 ഭാരത് രത്ന കിട്ടി. അതുപോലെ തന്നെ നമ്മുടെ MS സുബലക്ഷ്മിക്ക് 1998 ഭാരത് രത്ന കിട്ടി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. പിന്നെന്താ? ഭീംസെൻ ജോഷി എവിടെയാ? ഖിറാന ഘരാനയുടെ ആളാണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാം. അടുത്ത നമുക്ക് ഹിന്ദുസ്ഥാനിയിലെ ഇമ്പോർട്ടന്റ് ഫോംസ് അല്ലെങ്കിൽ സ്റ്റൈൽസ് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 10 സ്റ്റൈൽസ് നമ്മളെ ഹിന്ദുസ്ഥാനി മ്യൂസിക്കിലുണ്ട്. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യത്തെ എന്താ? ധ്രുപദാണ് ആദ്യത്തെ സ്റ്റൈൽ. ധ്രുപദാണ് ഓൾഡസ്റ്റ് സ്റ്റൈൽ എന്ന് അറിയപ്പെടുന്നത്. ഓൾഡസ്റ്റ് സ്റ്റൈൽ ആയിട്ടുള്ള ഹിന്ദുസ്ഥാനി മ്യൂസിക് ഏതാണ്? ധ്രുപദാണ് ഓൾഡസ്റ്റ് സ്റ്റൈൽ. അപ്പൊ അത് അതിന്റെ പീക്കിലെത്തിയത് എപ്പോഴാണ്? അക്ബറിന്റെ കാലഘട്ടത്തിലാണ് അതിന്റെ പീക്കിലെത്തിയത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഏതാ? മിയാ താൻസനൊക്കെ ഉള്ളത് എവിടെയാ? അക്ബറിന്റെ കോർട്ടിലാണ്. അപ്പൊ അക്ബറിന്റെ കാലഘട്ടത്തിൽ അതിന്റെ പീക്കിലെത്തിയത് ഏതാ? ഹിന്ദുസ്ഥാനി മ്യൂസിക് ആണ്. ധ്രുപദാണ് ഹിന്ദുസ്ഥാനി മ്യൂസിക്. ഓക്കെ, അക്ബറിന്റെ കോർട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ബാബ ഗോപാൽ ദാസ് ഉണ്ടായിരുന്നു, സ്വാമി ഹരിദാസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നവരത്നയിലെ ഒരാളായ മിയാൻ താൻസൻ ഉണ്ടായിരുന്നു അക്ബറിന്റെ കോർട്ടിൽ. അപ്പോൾ ഇതിന്റെ ധ്രുപദിന്റെ പീക്കിലെത്തിയപ്പോൾ എപ്പോഴായിരുന്നു? അക്ബറിന്റെ കാലഘട്ടത്തിലായിരുന്നു. പിന്നെ നമ്മൾ മനസ്സിലാക്കണ്ടേ, ട്രഡീഷണലി പെർഫോംഡ് ബൈ മെൻ വിത്ത് തമ്പുരു ആൻഡ് പക്കവാച്ച്. അതായത് പുരുഷന്മാരെ എങ്ങനെ തമ്പുരുവിന്റെയും പക്വാജിന്റെയും ഉണ്ടാവും ഇത് പെർഫോം ചെയ്യുമ്പോൾ. അങ്ങനെ പെർഫോം ചെയ്യുന്ന ഒരു മ്യൂസിക്കാണ് ധ്രുപദ്. ഇവിടെ നോക്കിയില്ലേ, തമ്പുരു ഉണ്ട്, അതുപോലെ പക്വാജും ഉണ്ട് ഈ മ്യൂസിക് പെർഫോം ചെയ്യുമ്പോൾ. ഓക്കെ, പിന്നെന്താ? മേജർ ഘരാനാസ്. അതായത് ഈ ധ്രുപദ് ഫോളോ ചെയ്യുന്ന ധ്രുപദ് സ്റ്റൈല് ഫോളോ ചെയ്യുന്ന ഇമ്പോർട്ടന്റ് ഘരാനാസ് ഏതൊക്കെയാണ്? ദാഗരി ഘരാന, ബെഠിയ ഘരാന, ദർബാംഗ ഘരാന, തൽവാണ്ടി ഘരാന. അപ്പൊ ഈ 4 ഘരാനാസ് ആണ് നമ്മൾ ധ്രുപദ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ഘരാനാസ് ആണ്. ദാഗരി ഘരാന, ബെഠിയ ഘരാന, ദർബാംഗ ഘരാന, തൽവാണ്ടി ഘരാന. ഓക്കെ, ഘരാനാസ് ഞാൻ പറഞ്ഞു എന്താണ്? ഓരോ ഏരിയയിൽ ഓരോ സ്റ്റൈലായി ഓരോ ഫോംസിലുള്ള ഹിന്ദുസ്ഥാനി മ്യൂസിക് ആയിരിക്കും. അപ്പൊ അതിന് ഓരോ സ്കൂൾസ് ഓഫ് മ്യൂസിക്കിനെയാണ് നമ്മൾ ഘരാന എന്ന് പറയാം. ആ ഘരാനയിൽ തന്നെ ധ്രുപദ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ഘരാനയാണ് എന്താ? ബാഗരി ഘരാന, ബേഠിയ ഘരാന, ദർബാംഗ ഘരാന, ദൽവാണ്ടി ഘരാന. ഓക്കെ, അപ്പൊ അതുപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താ? തമ്പുരു അതുപോലെ തന്നെ പക്കവാജ് ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ പാടുന്ന ഹിന്ദുസ്ഥാനി മ്യൂസിക് ആണ് ധ്രുപദ്. ഓക്കെ, ഇത് നമ്മളുടെ ഒരു PYQ ക്വസ്റ്റ്യൻ ആണ്. എന്താ? വിച്ച് സ്റ്റൈൽ ഓഫ് സിംഗിങ് ഈസ് ട്രഡീഷണലി പെർഫോംഡ് ബൈ മെൻ വിത്ത്
തമ്പുരു ആൻഡ് പക്കവാച്ച്. ഓക്കെ, തമ്പുരു പക്കവാച്ച് ഉപയോഗിച്ച് പാടുന്ന ഏതാ സ്റ്റൈല് മ്യൂസിക് ഏതാ? നമ്മളിപ്പോൾ പഠിച്ചല്ലോ, ഏതാണ്? ധ്രുപദ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത് 2022 ചോദിച്ചാണ്. ഓക്കെ, അപ്പോൾ ഒരുപാട് ഏരിയ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ ഏരിയയിൽ നിന്ന് ചോദിക്കുന്നത്. അടുത്ത നമുക്ക് ഖയാൽ എന്ന സ്റ്റൈൽ നോക്കാം. ഖയാൽ എന്ന മോസ്റ്റ് പോപ്പുലർ ഫോമാണ്, അതായത് മോസ്റ്റ് പോപ്പുലർ ഫോമാണ് ഖയാൽ. അതുപോലെ ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്, പല സ്റ്റൈലുണ്ട് ഖയാലിന്. ഓക്കെ, അതുപോലെ ഇത് ആരാണ് ഫോം ചെയ്തത്? അമീർ ഖുസ്രു ആണ് ഇത് ഫോം ചെയ്തത്. ഓക്കെ, അപ്പോൾ അമീർ ഖുസ്രു സ്റ്റാർട്ട് ചെയ്ത ഇതാണ് എന്താ നമ്മുടെ ഖയാൽ എന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു അമീർ ഖുസ്രു ആരാണ്? അമീർ ഖുസ്രു എന്ന് പറയുന്നത് നമ്മളെ ഡൽഹി സൽത്തനറ്റിലുണ്ടായ ആളാണ്. അതിൽ തന്നെ അലാവുദ്ദീൻ ഖിൽജിന്റെ കൂടെ ഉണ്ടായ ആളാണ് അമീർ ഖുസ്രു. ഓക്കെ, അപ്പോൾ ഈ ഖയാൽ സ്റ്റൈൽ നമ്മൾ ഖയാൽ സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന മേജർ ഘറാനാസ് ഏതൊക്കെയാണ്? ഗ്വാളിയർ, ഖിറാന, പട്യാല, ആഗ്ര, ബേണ്ടി ബസാർ. അതുപോലെ ഈ 5 ഘറാനാസ് ആണ് മേജറായിട്ട് നമ്മൾ ഖയാൽ സ്റ്റൈൽ ഫോളോ ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ഗ്വാളിയർ, ഖിറാന, പട്യാല, ആഗ്ര, ബേണ്ടി ബസാർ. ഓക്കെ, ഇനി തുമ്രി എന്ന സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ഘറാനാസ് ഏതൊക്കെയാണ്? BPL. തുമ്രി സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ഘറാനാസ് അതായത് ബനാറസ്, പട്യാല, ലക്നൗ. BPL, ബനാറസ്, പട്യാല, ലക്നൗ. അവരൊക്കെയാണ് ആ ഘറാനാസൊക്കെയാണ് നമ്മൾ തുമ്രി സ്റ്റൈൽ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ടത് ബീഗം അക്തർ എന്താ? ആ സിംഗറാണ്. ബീഗം അക്തർ എന്ന ആളാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തുമ്രിയിൽ പഠിക്കാനുള്ളത്. ബീഗം അക്തർ അതൊരു തുമ്രി സിംഗറാണ്. ഓക്കെ, തുമ്രി സിംഗറാണ് ബീഗം അക്തർ. അപ്പോൾ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാരാണ്? ഗിരിജാദേവിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾ. എന്താ? ക്യൂൻ ഓഫ് തുമ്രി എന്നറിയപ്പെടും. അപ്പോൾ ഇതാണ് ഗിരിജാദേവി. ക്യൂൻ ഓഫ് തുമ്രി എന്ന് അറിയപ്പെടുന്നത് നമ്മളെ ഗിരിജാദേവിക്കാണ്. അപ്പോൾ ഈ ഗിരിജാദേവിക്ക് നമുക്ക് സെക്കൻഡ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡായിട്ടുള്ള എന്താ പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. എപ്പോഴാണ്? 2016 പത്മവിഭൂഷൺ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ എന്താ സംഗീത നാടക അക്കാദമി അവാർഡ് എപ്പോഴാണ് ലഭിച്ചത്? 1977 ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2 അവാർഡ്സ് മെയിൻ ആയിട്ടുള്ള 2 അവാർഡ്സ് ആണ്. എന്താ? പത്മവിഭൂഷൺ 2016 1977 സംഗീത നാടക അക്കാദമി അവാർഡ്. അതുപോലെ നമ്മൾ നേരത്തെ പഠിച്ചല്ലോ MS സുബ്ബലക്ഷ്മിക്ക് എപ്പോഴാണ് ഇത് കിട്ടിയത്? ഭാരതരത്ന കിട്ടിയത് 1998 MS സുബ്ബലക്ഷ്മിക്ക് ഭാരതരത്ന കിട്ടിയത്. ആ കാര്യം നിങ്ങൾ പഠിച്ചു വെക്കാം. ക്ലിയർ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കാം. അടുത്ത ഞങ്ങൾക്ക് തപ്പ എന്നത് ഫാസ്റ്റ് പേസ്ഡ് ആയിട്ട് പാടുന്ന പാട്ടാണ് തപ്പ. അതായത് തപ്പ എന്ന് പാടുന്ന ടപ്പ എന്ന് പാടുന്ന സ്റ്റൈലാണ് തപ്പ. ഒറിജിനേറ്റിംഗ് ഫ്രം ദ ഫോക്ക് സോങ്സ് ഓഫ് ക്യാമൽ റൈഡേഴ്സ്. ഓക്കെ, ക്യാമൽ റൈഡേഴ്സിന്റെ ഫോക്ക് സോങ്സ് എന്നാണ് നമ്മൾ തപ്പ ഫോം ചെയ്തത്. തപ്പ എന്നത് ടപ്പ പെട്ടെന്ന് പാടുന്ന, അതായത് എന്താ ഫാസ്റ്റ് ആയിട്ട് പാടുന്ന, ഫാസ്റ്റ് പേസ്ഡ് പാടുന്ന സ്റ്റൈലാണ് തപ്പ. ഓക്കെ, ആ കാര്യം നിങ്ങൾ ഓർത്തിരിക്കാം. പിന്നെ തരാന സ്റ്റൈല്, തരാന ഹിന്ദുസ്ഥാനി സ്റ്റൈല്, അതും അമീർ ഖുസ്രു. നമ്മൾ നേരത്തെ പറഞ്ഞ അമീർ ഖുസ്രു ഡൽഹി സൽത്തനറ്റിന്റെ കാലത്തുണ്ടായ അമീർ ഖുസ്രു ആണ് ഇതും ഇൻവെന്റ് ചെയ്തത്. ഓക്കെ, എന്താ തരാന ഇൻവെന്റ് ചെയ്തത് അമീർ ഖുസ്രു ആണ്. അപ്പോൾ ഇത്രയും സ്റ്റൈൽ നിങ്ങൾ ഓർത്തിരിക്കാം. അടുത്ത നമുക്ക് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് പഠിക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്. അപ്പോൾ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിൽ തന്നെ നമ്മൾ ആദ്യത്തെ എന്താ സ്ട്രിങ് ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ ഇതുപോലുള്ള സ്ട്രിങ്സ് ഉണ്ടാവും. സ്ട്രിങ്സ് നമ്മളിങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഗിത്താറും വയലിനൊക്കെ അറിയാമല്ലോ, നമ്മൾ സ്ട്രിങ്സ് അതായത് അതിനെന്ത് പറയും കോഡ്സ് ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് സൗണ്ട് കേൾക്കില്ലേ, അതിനെയാണ് സ്ട്രിങ് ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ കോഡോഫോൺസ് എന്ന് പറയും. സ്ട്രിങ് ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ കോഡോഫോൺസ് ഇമ്പോർട്ടൻ്റ് ആണ്. കോഡോഫോൺസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കാം. സ്ട്രിങ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. അതുപോലെ തന്നെ ഇതിൽ ഏതാണ് സ്ട്രിങ് ഇൻസ്ട്രുമെന്റ് അല്ലാത്തതെന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ സ്ട്രിങ് ഇൻസ്ട്രുമെന്റ് ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചു വെക്കാം. വീണന്റെ ഇവിടെ സ്ട്രിങ് അല്ലേ, വീണ സ്ട്രിങ് ഇൻസ്ട്രുമെന്റ് ആണ്. അതുപോലെ വയലിൻ കണ്ടോ, സ്ട്രിങ് ഇവിടെ കണ്ടോ, വയലിൻ സ്ട്രിങ് ഇൻസ്ട്രുമെന്റ് ആണ്. അതുപോലെ സ്വർമണ്ഡലം ദാ ഇവിടെ കണ്ടോ ഒരുപാട് സ്ട്രിങ്സ് ഉണ്ട്, സ്വർമണ്ഡലം സ്ട്രിങ് ആണ്. അതുപോലെ ദിൽറുബ, പിന്നെന്താ സാരംഗി ഇമ്പോർട്ടൻ്റ് ആണ്, സന്തൂർ ഇമ്പോർട്ടൻ്റ് ആണ്, തമ്പുരു. ഓക്കെ, അതുപോലെ തമ്പുരു ഉണ്ട്. പിന്നെ സിത്താർ, സറോദ്, ഈ കാര്യങ്ങൾ അതായത് സാരംഗി, സന്തൂർ, സിത്താർ, സറോദ്, ഈ കാര്യങ്ങൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആൾക്കാരും ഉണ്ട്, അതൊക്കെ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്താ സ്ട്രിങ് ഇൻസ്ട്രുമെന്റ്, കോഡോഫോൺസ്. അടുത്ത നമുക്ക് നോക്കാം വിൻഡ് ഇൻസ്ട്രുമെന്റ്. അതായത് കാറ്റ് നമ്മൾ ഊതുമ്പോൾ സൗണ്ട് കേൾക്കുന്നത്, കാറ്റ് കൊണ്ട് സൗണ്ട് കേൾക്കുന്നത്, അതിന് നമ്മൾ എന്ത് പറയും? എയറോഫോൺസ് എന്ന് പറയും.
കാറ്റുകൊണ്ട് സൗണ്ട് കേൾക്കുന്നതിന് നമ്മൾ എയറോഫോൺസ് എന്ന് പറയും. ഓക്കെ, എയറോഫോൺസ്. ഓക്കെ, അത് നമുക്ക് അറിയാമല്ലോ, നമ്മൾ ഓടക്കുഴൽ, ഫ്ലൂട്ട്. അതുപോലെ തന്നെ ഷഹനായി. ഷഹനായി കണ്ടോ, അതായത് ഈ അറ്റത്ത് ഇതുപോലുള്ള സംഭവമില്ലേ, അതാണ് ഷഹനായി. അതായത് അറ്റത്ത് ഇങ്ങനെ ഉണ്ടാവും. ഓടക്കുഴൽ എങ്ങനെയാ, ഇതാണ് നമ്മളെ ഓടക്കുഴൽ, ഫ്ലൂട്ട്. അതുപോലെ ഷഹനായി. ഷഹനായി നമ്മൾ എന്താ വിൻഡ് ഇൻസ്ട്രുമെന്റ് ആണ്. അതുപോലെ ഹാർമോണിയം. ഹാർമോണിയം നമ്മൾ എങ്ങനെയാ, ഹാർമോണിയം നമ്മൾ ഇങ്ങനെ ആക്കണ്ടേ, ഹാർമോണിയം, അതും വിൻഡ് ഇൻസ്ട്രുമെന്റ് ആണ്. ഒരു കീബോർഡാണ്, പക്ഷേ ഒരു വിൻഡ് ഇൻസ്ട്രുമെന്റും ആണ്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളാണ് വിൻഡ് ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ എയറോഫോൺസ് എന്ന് അറിയപ്പെടും. നമ്മൾ നേരത്തെ പറഞ്ഞ സ്ട്രിംഗ് ഇൻസ്ട്രുമെന്റ് നമ്മൾ എന്ത് പറയും, കോഡോഫോൺസ്. വിൻഡ് ഇൻസ്ട്രുമെന്റ് നമ്മൾ എന്ത് പറയും, എയറോഫോൺസ്. അടുത്ത പെർക്യൂഷൻ ഇൻസ്ട്രുമെന്റ്. പെർക്യൂഷൻ ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ താളവാദ്യം. പെർക്യൂഷൻ അല്ലെങ്കിൽ താളവാദ്യം നമ്മൾ എന്താ, തബല, അതുപോലെ പക്കവാച്ച്, തബല, പക്കവാച്ച്, അതുപോലെ നമ്മളെ ചെണ്ടയില് ചെണ്ട, ഇതൊക്കെ എന്താ പെർക്യൂഷൻ, താളവാദ്യമാണ്. അതെന്ത് പറയും, മെംബ്രെയിനോഫോൺസ്. മെംബ്രെയിനോഫോൺസ് എന്ന് പറയും. അതായത് ഒരു മെംബ്രെയിനിൽ ഇവിടെ ഒരു മെംബ്രെയിൻ വെച്ചിട്ടാണ് അതിലടിക്കുമ്പോഴാണ് നമുക്ക് സൗണ്ട് കേൾക്കുന്നത്. അതാണ് താളവാദ്യം, പെർക്യൂഷൻ ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ മെംബ്രെയിനോഫോൺസ് എന്ന് പറയും. അടുത്ത സോളിഡ് ഇൻസ്ട്രുമെന്റ്, അതായത് സോളിഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്. നേരത്തെ നമ്മൾ എന്താ, താളവാദ്യത്തിന് ഒരു മെംബ്രെയിൻ ഉണ്ടാവും, ഒരു മെംബ്രെയിനിൽ തട്ടുമ്പോഴാണ് നമ്മൾ സൗണ്ട് കേൾക്കുന്നത്. ഇവിടെ എന്താ, ആ സോളിഡ് ആയിട്ടുള്ള ഇതിൽ തട്ടുമ്പോൾ എന്താ, സോളിഡ് ഇൻസ്ട്രുമെന്റ്. ഇവിടെ എന്താ, മഞ്ചിറ ഇങ്ങനെ രണ്ടും ഇങ്ങനെ അടിക്കുമ്പോൾ സൗണ്ട് കേൾക്കുന്നത്, അതാണ് മഞ്ചിറ. അതുപോലെ ഘടം എന്താണ്, ഇതിൽ ഒരു ഘടത്തിൽ ഇങ്ങനെ അടിക്കുന്നില്ല, അപ്പോൾ ആ ഘടത്തിൽ അടിക്കുമ്പോഴാണ് സൗണ്ട് കേൾക്കുന്നത്. അതുപോലെ ജുങ്കുറു, ഇതൊക്കെ ഒരു സോളിഡ് ഇൻസ്ട്രുമെന്റ് ആണ്. അതിനെ നമുക്ക് എന്ത് പറയാം, അതായത് നമ്മൾ നേരത്തെ പഠിച്ചത് പെർക്യൂഷൻ ഇൻസ്ട്രുമെന്റ് മെംബ്രെയിനോഫോൺസ് എന്ന് പഠിച്ചു. അതുപോലെ വിൻഡിനെ നമ്മൾ എന്താ, എയറോഫോൺസ് എന്ന് പഠിച്ചു. അതുപോലെ നമ്മൾ ആദ്യത്തെ സ്ട്രിങ്ങിനെ കോഡോഫോൺസ് എന്ന് പഠിച്ചു. അപ്പോൾ അടുത്ത് നമ്മൾ സോളിഡ് ഇൻസ്ട്രുമെന്റ് നമ്മൾ എന്ത് പഠിക്കും, ഇഡിയോഫോൺസ് എന്ന് പറയും. ഇഡിയോഫോൺസ്, അതായത് നമ്മൾ ഇടി കൊടുക്കുമ്പോൾ അതിൽ സൗണ്ട് കേൾക്കുന്നത്, ഇഡിയോഫോൺസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇൻസ്ട്രുമെന്റ് നിങ്ങൾ പഠിച്ചു വെക്കാം. അടുത്ത നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്, അവരുടെ മ്യൂസീഷ്യനെ നമുക്ക് നോക്കാം. ആദ്യത്തെ നമ്മൾ നോക്കുന്നത് എന്താ, സന്തൂർ എന്ന ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പോൾ സന്തൂർ എന്താ, ക്വാഡ്രാങ്കുലർ വുഡൻ ബോക്സ് ആണ്. ഇവിടെ കണ്ടോ, 4 സൈഡിലുള്ള ഒരു വുഡൻ ബോക്സ് ആണ് സന്തൂർ. ഇതൊരു സ്ട്രിംഗ് ഇൻസ്ട്രുമെന്റ് ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ. കാരണം ഇവിടെ എന്താ, സ്ട്രിംഗ് ഇല്ലേ, ആ സ്ട്രിംഗ് ഇൻസ്ട്രുമെന്റ് ആണ് സന്തൂർ. ഓക്കെ, അപ്പോൾ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള മ്യൂസീഷ്യൻ ആരാണ്, പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ. ഇദ്ദേഹമാണ് പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ. അപ്പോൾ ഇദ്ദേഹം നിങ്ങൾ പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, സന്തൂറിൽ പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് ശിവകുമാർ ശർമ്മ. അപ്പോൾ ഇദ്ദേഹത്തിന് നമുക്ക് പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. 2001 പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. 2001 പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1986 സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അപ്പം ഈ പത്മവിഭൂഷൺ കിട്ടിയത് നിങ്ങൾ പഠിച്ചു വെക്കാം. കാരണം കഴിഞ്ഞ എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ട്, എന്താ, ശിവകുമാർ ശർമ്മയ്ക്ക് ഏത് ഇയറിലാണ് വിഭൂഷൺ ലഭിച്ചത്. അപ്പം നമ്മൾ പറയാം 2001 ആൻസർ. അപ്പം ഇത് പഠിച്ചു വെക്കാം. പിന്നെ അദ്ദേഹത്തിൻ്റെ മകൻ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ്, രാഹുൽ ശർമ്മ. ഇദ്ദേഹത്തിൻ്റെ മകനാണ് രാഹുൽ ശർമ്മ. അതുപോലെ ഭജൻ സോപ്രി ഇമ്പോർട്ടൻ്റ് ആണ്. തരുൺ ഭട്ടാചാര്യ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആരൊക്കെയാണ്, പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ, അദ്ദേഹം ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹത്തിന് പത്മവിഭൂഷൺ ലഭിച്ചപ്പോൾ 2001 പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. ഇദ്ദേഹമാണ് പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ. അതുപോലെ പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മയുടെ മകനായ എന്താ, രാഹുൽ ശർമ്മയുണ്ട്. അതുപോലെ ഭജൻ സോപ്രി, പിന്നെ തരുൺ ഭട്ടാചാര്യ. ശിവകുമാർ ശർമ്മ, രാഹുൽ ശർമ്മ, ഭജൻ സോപ്രി, ഭട്ടാചാര്യ, തരുൺ ഭട്ടാചാര്യ. ഈ 4 ആൾക്കാരാണ് സന്തൂറുമായിട്ട് ബന്ധപ്പെട്ടത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇപ്പൊ തന്നെ പഠിച്ചില്ലേ ആരാണ്, പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ, രാഹുൽ ശർമ്മ, പിന്നെന്താ ഭജൻ സപുരി, പിന്നെ തരുൺ ഭട്ടാചാര്യ. ഓക്കെ, ഇത്രയും ആൾക്കാർ പഠിച്ചു നോക്കാം. അടുത്ത് നമ്മൾ പഠിക്കാനുള്ളതാണ് സിത്താർ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ കയ്യിൽ കണ്ടില്ലേ, ഇതാണ് സിത്താർ. ഇത് ഒരു സ്ട്രിംഗ് ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പൊ അതിൽ നമ്മൾ പ്രധാനമായി പഠിക്കേണ്ട മ്യൂസീഷ്യൻ ആണ് പണ്ഡിറ്റ് രവിശങ്കർ. ആരാണ്, പണ്ഡിറ്റ് രവിശങ്കർ. അദ്ദേഹമാണ് നാഷണൽ ഓർക്കസ്ട്ര ഓഫ് ഇന്ത്യ ഫൗണ്ട് ചെയ്തത്. ആരാണ്, രവിശങ്കർ ആണ്. പണ്ഡിറ്റ് രവിശങ്കർ ആണ് നാഷണൽ ഓർക്കസ്ട്ര ഓഫ് ഇന്ത്യ ഫൗണ്ട് ചെയ്തത്. ഇദ്ദേഹമാണ് പണ്ഡിറ്റ് രവിശങ്കർ. ഓക്കെ, അപ്പൊ ഈ പണ്ഡിറ്റ് രവിശങ്കറെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ട കാര്യം എന്താണ്, ഇദ്ദേഹത്തിന് ഭാരത് രത്ന ലഭിച്ചിട്ടുണ്ട്. എന്നാണ്, ഭാരത് രത്ന ലഭിച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് 1999 ഭാരത് രത്ന ലഭിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ ഒരാൾക്ക് പഠിച്ചല്ലോ, ആരാണ്, എം എസ് സുബ്ബലക്ഷ്മിക്ക് എപ്പോഴാ
ഭാരതരത്ന ലഭിച്ച 1998. ഫസ്റ്റ് MS സുബ്ബലക്ഷ്മിക്ക് 98 ലഭിച്ചു. അത് കഴിഞ്ഞിട്ട് രവിശങ്കറിന് 99 ഭാരതരത്ന ലഭിച്ചു. പിന്നെ അദ്ദേഹത്തിന് എന്താ ലഭിച്ച പത്മവിഭൂഷണം ലഭിച്ചിട്ടുണ്ട്. പത്മവിഭൂഷൺ അപ്പോൾ 1981 പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. അതിന് ഒരുപാട് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. പത്മഭൂഷൺ ഉണ്ട്, അതുപോലെ എന്താ സംഗീത നാടക അക്കാദമി അവാർഡ്. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ പഠിക്കേണ്ടത് എന്താ, ഭാരത് രത്ന പഠിക്കുക 1999. അതുപോലെ എന്താ പത്മവിഭൂഷൺ 1981 പഠിക്കാം. അതുപോലെ എന്താ MS സുബ്ബലക്ഷ്മിക്ക് അപ്പോൾ 1998 ഭാരത് രത്ന ലഭിച്ചത്. അത് പഠിക്കാം. അപ്പോൾ പണ്ഡിറ്റ് രവിശങ്കർ സിത്താർ, അതുപോലെ അദ്ദേഹത്തിന്റെ മകളായ അനുഷ്ക രവിശങ്കർ, അതുപോലെ വിലായത്ത് ഖാൻ, നിഖിൽ ബാനർജി, ഷാഹിദ് പർവേസ് ഖാൻ, അതുപോലെ ബുഡാദിയ മുഖർജി, അതുപോലെ നിഖിൽ ബാനർജി. ഇത്രയും ആൾക്കാരാണ് സിത്താറുമായി ബന്ധപ്പെട്ടത്. സിത്താർ സ്ട്രിംഗ് ഇൻസ്ട്രുമെന്റ് ആണ്. രവിശങ്കർ പ്രസാദ് പണ്ഡിറ്റ് രവിശങ്കർ ഇമ്പോർട്ടന്റ് ആളാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കാം. പിന്നെ സരോദ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതും ഒരു സ്ട്രിംഗ് ഇൻസ്ട്രുമെന്റ് ആണ്. അതിൽ നമ്മൾ പഠിക്കേണ്ട കാര്യമാണ് സരോദ് സാമ്രാട്ടായിട്ട് ആരാണ് നമ്മൾ പറയുന്നത്? ഉസ്താദ് അംജദ് അലി ഖാൻ ആണ് സരോദ് സാമ്രാട്ട് എന്നറിയപ്പെടുന്നത്. ഉസ്താദ് അംജദ് അലി ഖാൻ. ഇദ്ദേഹത്തിന് 2001 പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. 2001 പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. ആർക്കാണ്? അംജദ് അലി ഖാൻ, സരോദ് സാമ്രാട്ട്. ഓക്കെ, പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് അലാവുദ്ദീൻ ഖാന്, ഉസ്താദ് അക്ബർ അലി ഖാന്, അതുപോലെ ബ്രിജ് നാരായണ. ഓക്കെ, ഇത്രയും ആൾക്കാർ, ഈ 5 ആൾക്കാരെ നിങ്ങൾ പഠിച്ചു നോക്കുക. ആരൊക്കെയാണ്? ഉസ്താദ് അംജദ് അലി ഖാൻ, അതുപോലെ അലാവുദ്ദീൻ ഖാൻ, ഉസ്താദ് അക്ബർ അലി ഖാൻ, അതുപോലെ ബ്രിജ് നാരായണ. ഈ 5 ആൾക്കാർ നിങ്ങൾ 4 ആൾക്കാർ പഠിച്ചു നോക്കുക. ആരാണ്? സരോദുമായി ബന്ധപ്പെട്ട്. ഓക്കെ, അടുത്തതാണ് രുദ്രവീണ. അപ്പൊ ഇതാണ് രുദ്രവീണ ഒരു സ്ട്രിംഗ് ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പൊ അതിന്റെ നമ്മൾ മെയിൻ ആയിട്ട് പഠിച്ചു വെക്കേണ്ട ആരാണ്? ഈ 3 പേരാണ് മെയിൻ ആയിട്ട് പഠിച്ചു വെക്കേണ്ടത്. ആരാണ്? ഉസ്താദ് മൊഹീബുദ്ദീൻ താക്കർ, അതുപോലെ ആസാദ് അലി ഖാൻ, അതുപോലെ ജ്യോതി ഹെഗ്ഡെ, ആസാദ് അലി ഖാൻ, ഉസ്താദ് മൊഹീബുദ്ദീൻ താക്കർ. ഈ 3 ആൾക്കാർ നമ്മൾ രുദ്രവീണയായിട്ട് പഠിച്ചു വെക്കുക. അടുത്താണ് എന്താണ്? മോഹനവീണ. നേരത്തെ പഠിച്ച എന്താണ്? രുദ്രവീണ. ഇതിൽ 3 ആൾക്കാർ ഉസ്താദ് മൊഹീബുദ്ദീൻ താക്കർ, അതുപോലെ തന്നെ ആസാദ് അലി ഖാൻ, ജ്യോതി ഹെഗ്ഡെ. അതുപോലെ അത് കഴിഞ്ഞിട്ട് എന്താ? മോഹനവീണ കണ്ടാൽ നിങ്ങൾ നോക്കിയാൽ എന്താ? ഇതൊരു മോഡിഫൈഡ് ഹവായിയൻ ഗിത്താർ മോഡിഫൈ ചെയ്ത ഒരു സംഭവമാണ്. എന്താ? മോഹനവീണ. കണ്ടോ ഈ ഗിത്താറിന്റെ ഇവിടെ ഒരു സാധനം, എക്സ്ട്രാ സാധനം കണ്ടോ? ഇതാണ് മോഹനവീണ. അപ്പൊ ഇതിണ്ടാക്കിയത് ആരാണ്? ഇതിണ്ടാക്കിയത് പണ്ഡിറ്റ് വിശ്വമോഹൻ ഭട്ടാണ് ഈ ഇൻസ്ട്രുമെന്റ് ഉണ്ടാക്കിയത്. ഈ ഇൻസ്ട്രുമെന്റ്, അതായത് മോഹനവീണ ഇൻവെന്റ് ചെയ്ത ആരാണ്? പണ്ഡിറ്റ് വിശ്വമോഹൻ ഭട്ടാണ്. ഇദ്ദേഹമാണ് പണ്ഡിറ്റ് വിശ്വമോഹൻ ഭട്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു മോഡിഫൈഡ് ഹവായിയൻ ഗിത്താറാണ്. ഓക്കെ, ഒരു മോഡിഫൈഡ് ഗിത്താറാണ്. ആരാ ഉണ്ടാക്കിയത്? പണ്ഡിറ്റ് വിശ്വമോഹൻ ഭട്ടാണ് മോഹനവീണ ഇൻവെന്റ് ചെയ്തത്. ക്ലിയർ? അടുത്ത നോക്കാം. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ആണ് വയലിൻ. വയലിൻ ഒരു സ്ട്രിംഗ് ഇൻസ്ട്രുമെന്റ് ആണ്. ഓക്കെ, സ്ട്രിംഗ് ഇൻസ്ട്രുമെന്റ് ആണ്. അതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ടത് ആരാണ്? ലാൽഗുഡി ജയറാം. ഇദ്ദേഹമാണ് ലാൽഗുഡി ജയറാം. പിന്നെ ആരാ? ലക്ഷ്മി നാരായണൻ സുബ്രഹ്മണ്യൻ, അതുപോലെ VG ജോഗ്, ചന്ദ്രശേഖരൻ, M ചന്ദ്രശേഖരൻ, മുരളീധരൻ, ഗോപാലകൃഷ്ണൻ, N രാജം. ഓക്കെ, ഇത്രയും ആൾക്കാരാണ് പഠിക്കേണ്ടത്. ആരാണ്? ലാൽഗുഡി ജയറാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ സുബ്രഹ്മണ്യൻ, ലക്ഷ്മി നാരായണൻ സുബ്രഹ്മണ്യൻ, ലാൽഗുഡി ജയറാം, ലക്ഷ്മി നാരായണൻ സുബ്രഹ്മണ്യൻ. പിന്നെ ആരാ? ജോഗ് ഉണ്ട്. പിന്നെ നമ്മൾ കുറച്ച് എന്താ സൗത്ത് ഇന്ത്യൻ പേരാണ്. ചന്ദ്രശേഖരൻ, മുരളീധരൻ, ഗോപാലകൃഷ്ണൻ, പിന്നെ N രാജം. ഓക്കെ, ഇത്രയും ആൾക്കാരാണ് വയലിനുമായിട്ട് ബന്ധപ്പെട്ടത്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഗിത്താറുമായി ബന്ധപ്പെട്ടത് പണ്ഡിറ്റ് ബ്രിജ്ഭൂഷൺ ഗാബ്ര. ഇദ്ദേഹമാണ് പണ്ഡിറ്റ് ബ്രിജ്ഭൂഷൺ. ഇത് പഠിച്ചു വെക്കാം. ഗിത്താറുമായി ബന്ധപ്പെട്ടത് ആരാണ്? പണ്ഡിറ്റ് ബ്രിജ്ഭൂഷൺ ഗാബ്ര. അടുത്ത സാരംഗി അറിയില്ലേ? സ്ട്രിംഗ് ഇൻസ്ട്രുമെന്റ് ആണ്. ഇതാണ് സാരംഗിയുമായി ബന്ധപ്പെട്ടത് പണ്ഡിറ്റ് രാം നാരായണൻ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പഠിക്കാനുള്ളത്. അപ്പോൾ ഇദ്ദേഹം ഈ വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ? 2024 ഇദ്ദേഹം മരിച്ചുകൊണ്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട. കാരണം എന്താണ്? 2024 ആണ് പണ്ഡിറ്റ് രാം നാരായണൻ മരണപ്പെട്ടത്. അപ്പോൾ നമ്മൾ ഈ വർഷം ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം.
എന്താണ് ഇദ്ദേഹത്തിന് 2005 പത്മഭൂഷൺ ലഭിച്ചത്. പത്മവിഭൂഷൺ ലഭിച്ചത് 2005 പണ്ഡിറ്റ് രാം നാരായണന് പത്മവിഭൂഷൺ ലഭിച്ചത്. 2024 പത്മവിഭൂഷൺ ലഭിച്ചത്. അതുപോലെ തന്നെ 1975 സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 75 സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 2005 പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. ആരാണ്? പണ്ഡിറ്റ് രാം നാരായണൻ. അദ്ദേഹം എന്താണ്? സാരംഗി മ്യൂസീഷ്യനാണ്. പിന്നെന്താണ്? ഉസ്താദ് ബദ്ദു ഖാൻ. നിങ്ങൾ ഇനി നോക്കുക. ബദ്ദു ഖാൻ, ഷാക്കൂർ ഖാൻ, പണ്ഡിറ്റ് രാജനാരായണൻ, ഗോപാൽ മിശ്ര, ധ്രുവ് ഘോഷ്, അരുണ ഘോഷ്, അംല ഖാലെ. ഇത്രയും ആൾക്കാരൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. എന്താ? ബദ്ദു ഖാനും സാക്കൂർ ഖാനും പിന്നെ പണ്ഡിറ്റ് രാജനാരായണൻ, ഗോപാൽ മിശ്ര, ധ്രുവ് ഘോഷ്, അരുണ ഘോഷ്, അംല ഖാലെ. ഇത്രയും ആൾക്കാരാണ് സാരംഗിയുമായി ബന്ധപ്പെട്ടത്. അതിൽ തന്നെ പണ്ഡിറ്റ് രാം നാരായണൻ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രാം നാരായണൻ സാരംഗി. ഓക്കെ. അടുത്ത ഷഹനായിയായിട്ട് ഷഹനായി എന്താ? ഒരു വിൻഡ് ഇൻസ്ട്രുമെന്റ് അല്ലേ? എന്താ? എയറോഫോൺ അല്ലേ? എയറോഫോൺ ആണ് എന്താ? ഷഹനായി. നമ്മളെ വിൻഡ് ഇൻസ്ട്രുമെന്റ് ആണ് ഷഹനായി. അതിൽ നമ്മൾ പഠിക്കാനുള്ളത് ഉസ്താദ് ബിസ്മില്ല ഖാൻ. ആരാണ്? ഉസ്താദ് ബിസ്മില്ല ഖാൻ ഷഹനായി. ഇദ്ദേഹമാണ് ഉസ്താദ് ബിസ്മില്ല ഖാൻ. ഷഹനായി കിങ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉസ്താദ് ബിസ്മില്ല ഖാൻ. ഓക്കെ. ഉസ്താദ് ബിസ്മില്ല ഖാനുമായിട്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയി നോക്കേണ്ടത് എന്താ? ഇദ്ദേഹത്തിന് ഭാരത് രത്ന 2001 ഭാരത് രത്ന ലഭിച്ചത്. പിന്നെന്താ? വിഭൂഷൺ ലഭിച്ചപ്പോൾ 1980. ഓക്കെ. പത്മവിഭൂഷൺ ലഭിച്ചത് 1980. 2001 ഭാരത് രത്ന ലഭിച്ചത്. ആരാണ്? ഉസ്താദ് ബിസ്മില്ല ഖാൻ, ഷഹനായി കിങ് ഉസ്താദ് ബിസ്മില്ല ഖാൻ. അതുപോലെ ദയാശങ്കറും നമ്മൾ എന്താ? ഷഹനായുമായി ബന്ധപ്പെട്ട ആളാണ്. ആരാണ്? ഉസ്താദ് ബിസ്മില്ല ഖാൻ ഷഹനായി. അതുപോലെ ദയാശങ്കർ ഷഹനായി. ഉസ്താദ് ബിസ്മില്ല ഖാൻ നമ്മൾ ഷഹനായി കിങ് എന്നറിയപ്പെടുന്നു. ഓക്കെ. അദ്ദേഹത്തിന് ഭാരത് രത്ന ലഭിച്ചത് 2001. വിഭൂഷൺ ലഭിച്ചത് 1980. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കാം. ഓക്കെ. അടുത്ത ഹാർമോണിയമായി ബന്ധപ്പെട്ടത് പണ്ഡിറ്റ് സഞ്ജയ് മറാത്തെ. ഇദ്ദേഹമാണ് ഈ വർഷം മരിച്ചാണ് ഇദ്ദേഹം. അതുകൊണ്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? പണ്ഡിറ്റ് സഞ്ജയ് മറാത്തെ, ഹാർമോണിയവുമായി ബന്ധപ്പെട്ടത്. പിന്നെ മറ്റു ആരാണ്? ബിജാപൂരെ RK ബിജാപൂരെയും ഉണ്ട്, മഹ്മൂദ് ദൽപൂരി. അപ്പൊ ഇത് രണ്ടും നിങ്ങൾ പഠിച്ചു വെക്കാം. ബിജാപൂരി ഉണ്ട്, പിന്നെ മഹ്മൂദ് ദൽപൂരി ഉണ്ട്. പിന്നെ നിങ്ങൾ എന്താ പറയുക? പണ്ഡിറ്റ് സഞ്ജയ് മറാത്തെ. ഇദ്ദേഹം ഈ വർഷം മരിച്ചതാണ്. അതുകൊണ്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഹാർമോണിയം ഒരു വിൻഡ് ഇൻസ്ട്രുമെന്റ് ആണ്, എയറോഫോൺ ആണ്. ഓക്കെ. അടുത്ത് നമുക്ക് ഫ്ലൂട്ട് നോക്കാം. ഫ്ലൂട്ട് ഒരു വിൻഡ് ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പൊ അതിൽ നമ്മൾ പഠിക്കേണ്ടത് എന്താ? പണ്ഡിറ്റ് ഹരിപ്രസാദ് ചൗരസ്യ. അപ്പൊ ഇദ്ദേഹത്തിന് വിഭൂഷൺ ലഭിച്ചപ്പോഴാണ്, പത്മവിഭൂഷൺ ലഭിച്ചപ്പോഴാണ് 2000 പത്മവിഭൂഷൺ ലഭിച്ചത്. ഓക്കെ. പണ്ഡിറ്റ് ഹരിപ്രസാദ് ചൗരസ്യ ഫ്ലൂട്ട് ആണ്. പിന്നെന്താ? പന്നലാൽ ഘോഷ് ഉണ്ട്. പിന്നെ രഘുനാഥ് സേത്ത് ഉണ്ട്. പിന്നെ സിക്കിമാല ചന്ദ്രശേഖരൻ ഉണ്ട്. പിന്നെ TR മഹാലിംഗൻ ഉണ്ട്. ഓക്കെ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പണ്ഡിറ്റ് ഹരിപ്രസാദ് ചൗരസ്യ ഫ്ലൂട്ട്. പിന്നെ TR മഹാലിംഗൻ ഉണ്ട്. രഘുനാഥ് സേത്ത് ഉണ്ട്. സിക്കിമഹ ചന്ദ്രശേഖരൻ ഉണ്ട്. ഓക്കെ. ഇത്രയും ആൾക്കാരാണ് ഫ്ലൂട്ടുമായി ബന്ധപ്പെട്ടത്. ആരൊക്കെയാണ്? ഹരിപ്രസാദ് ചൗരസ്യ ഇമ്പോർട്ടൻ്റ് ആണ്. പന്നലാൽ ഘോഷ് ഉണ്ട്. രഘുനാഥ് സേത്ത് ഉണ്ട്. സിക്കിമാല ചന്ദ്രശേഖരൻ ഉണ്ട്. പിന്നെ TR മഹാലിംഗൻ ഉണ്ട്. ഇത്രയും ആൾക്കാർ ഫ്ലൂട്ടുമായി ബന്ധപ്പെട്ടാണ്. അടുത്ത തബലയുമായി ബന്ധപ്പെട്ടതോ? അമീർ ഖുസ്രു ആണ് തബല ഇൻവെന്റ് ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അമീർ ഖുസ്രു ആരാണ്? ഡൽഹി സൽത്തനത്തിന്റെ കോട്ടിലൊക്കെ ഉണ്ടായ ആളാണ് അമീർ ഖുസ്രു. അപ്പൊ ഇതിൽ തബലയുമായി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താ? ഈ വർഷം എന്തായാലും ചോദിക്കുന്നത്, ഏതെങ്കിലും ഒരു ഷിഫ്റ്റിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്താ? ഉസ്താദ് സാക്കിർ ഹുസൈൻ. കാരണം എന്താ? ഉസ്താദ് സാക്കിർ ഹുസൈൻ ഈ വർഷം എന്താ? നമ്മളെ ഡിസംബർ 2024 മരണപ്പെട്ടാണ് സാക്കിർ ഹുസൈൻ. അപ്പൊ സാക്കിർ ഹുസൈൻ തബലയുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് പേഴ്സണാലിറ്റിയാണ്. ഓക്കെ. സാക്കിർ ഹുസൈന് നമുക്ക് പത്മ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. എപ്പോഴാണ്? പത്മശ്രീ
ലഭിച്ചിട്ടുണ്ട്, പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട് സാക്കിർ ഹുസൈന്. അങ്ങനെ ഒരുപാട് പത്മവിഭൂഷൺ. നിങ്ങൾ നോക്കിയാൽ 2023 പത്മവിഭൂഷൺ ലഭിച്ചത്. അപ്പൊ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സാക്കിർ ഹുസൈന് പത്മവിഭൂഷൺ ലഭിച്ചത് 2023 അദ്ദേഹം 2024 മരണപ്പെട്ടു. ഇതാണ് സാക്കിർ ഹുസൈൻ. ക്ലിയർ? ഈ സാക്കിർ ഹുസൈൻ ആണ്, അദ്ദേഹത്തിന്റെ ഫാദറിന്റെ നെയിമാണ് അള്ളാറക്ക. അദ്ദേഹം ഒരു തബല പ്ലെയർ ആണ്. അള്ളാറക്കയും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ അള്ളാറക്കയുടെ മകനാണ് സാക്കിർ ഹുസൈൻ. ഓക്കെ, അള്ളാറക്കയുടെ മകനാണ് സാക്കിർ ഹുസൈൻ. സാക്കിർ ഹുസൈൻ 2024 മരണപ്പെട്ടു. 2023 അദ്ദേഹത്തിന് പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കാം. അടുത്തെന്താ? ഉസ്താദ് ലത്തീഫ് ഖാൻ ഉണ്ട്, ഫയാസ് ഖാൻ ഉണ്ട്, കിഷൻ മഹാരാജ് ഇമ്പോർട്ടൻ്റ് ആണ്. തബലയുമായി ബന്ധപ്പെട്ട് കിഷൻ മഹാരാജ് ഉണ്ട്. അതുപോലെ എന്താ അനുഖേലാൽ മിശ്ര ഉണ്ട്. അതുപോലെ ഗുഡായി മഹാരാജ് ഉണ്ട്. അതുപോലെ നമ്മൾ എന്താ ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ട ഈ 3 പേരാണ്. എന്താ? കിഷൻ മഹാരാജ് ഉണ്ട്, അതുപോലെ സാക്കിർ ഹുസൈൻ ഉണ്ട്, അള്ളാറക്ക ഉണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ തബലയുമായി ബന്ധപ്പെട്ട് പഠിക്കുക. അടുത്ത ഇൻസ്ട്രുമെന്റ് ആണ് മൃദംഗം. മൃദംഗം എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഇൻസ്ട്രുമെന്റ് ആണ്. ഇപ്പൊ സൗത്ത് ഇന്ത്യയിലാണ് കൂടുതലായിട്ട് മൃദംഗം കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പേരൊക്കെ നമ്മൾ സൗത്ത് ഇന്ത്യൻ പേരായിരിക്കും. നമ്മൾ നോക്കിയാൽ പലാദർ രഘു. അപ്പൊ പലാദർ രഘു ആണ് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു മ്യൂസീഷ്യൻ. എന്താണ്? മൃദംഗം മ്യൂസീഷ്യൻ ആണ്. എന്താ? പലാദർ രഘു. പിന്നെന്താ? രാംനാഥ് വി രാഘവൻ ഉണ്ട്. അടുത്തെന്താ? പാലക്കാട് മണി അയ്യർ. പിന്നെന്താ? TV ഗോപാലകൃഷ്ണൻ. പിന്നെന്താ? താക്കൂർ ബീഗം സിംഗ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും ആൾക്കാരാണ് മൃദംഗവുമായി ബന്ധപ്പെട്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കാം. പിന്നെന്താണ്? പക്കവാജിൽ എന്താ? തോടാർ ശർമ്മയുണ്ട്, അതുപോലെ രാംശങ്കർ ദാസ് ഉണ്ട്. ഈ രാംശങ്കർ ദാസിനെ നമ്മൾ പാഗൽദാസ് എന്നും പറയും. അപ്പൊ പാഗൽദാസ് എന്ന് വിളിക്കപ്പെടുന്നത് ആരാണ്? രാംശങ്കർ ദാസിനെയാണ് പാഗൽദാസ് എന്ന് അറിയപ്പെടുന്നത്. ആരാണ്? രാംശങ്കർ ദാസിനെയാണ് പാഗൽദാസ് എന്ന് അറിയപ്പെടുന്നത്. പിന്നെന്താ? പണ്ഡിറ്റ് അയോധ്യ പ്രസാദും പക്കവാജുമായി ബന്ധപ്പെട്ട ആളാണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാം. പിന്നെന്താ? ഘടവുമായി ബന്ധപ്പെട്ടത് ആരാണ്? TH വിനായകമുണ്ട്, അതുപോലെ EM സുബ്രഹ്മണ്യൻ ഉണ്ട്. ഘടം എന്നത് എന്താണ്? നമ്മൾ ഈ ക്ലേയൊക്കെ കളിമണ്ണ് വെച്ച് ഉണ്ടാക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഘടം. ഓക്കെ, കളിമണ്ണ് വെച്ച് ഉണ്ടാക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ഘടം. അതുപോലെ തന്നെ ഇതിന് കാശ്മീരിൽ അറിയപ്പെടുന്ന എന്താ? നൂട്ട് എന്നാണ്. കാശ്മീരിൽ ഘടത്തിനെ അറിയപ്പെടുന്നത് ന്യൂട്ട് എന്നാണ്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ അറിയപ്പെടുന്ന 2 ആൾക്കാരാണ്. TN വിനായകമുണ്ട്, അതുപോലെ സുബ്രഹ്മണ്യൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ നമ്മൾ ഘടം എന്ന് പറഞ്ഞാൽ നമ്മൾ കടം ചോദിക്കുന്നത് വിചാരിക്കാം. കടം ചോദിക്കുന്നത് എങ്ങനെ? ഒരാൾ വളരെ വിനയത്തോടു കൂടിയല്ലേ കടം ചോദിക്കുന്നത്. അപ്പോൾ വിനായകൻ. അതുപോലെ സുബ്രഹ്മണ്യ മണി ചോദിക്കുന്നത്, അതായത് കടമായിട്ട് മണി ചോദിക്കുന്നത് എങ്ങനെയാണ്? വിനയത്തോടു കൂടിയാണ് നമ്മൾ മണി ചോദിക്കുന്നത്. അപ്പോൾ വിനായകൻ, സുബ്രഹ്മണ്യൻ. പിന്നെന്താ? ഘടം അത് നമ്മളെ എന്താ? കാശ്മീരിൽ അറിയപ്പെടുന്ന ന്യൂട്ട് എന്നറിയപ്പെടുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഘടവുമായി നിങ്ങൾ അറിഞ്ഞിരിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ഇൻസ്ട്രുമെന്റും അതുപോലത്തെ മ്യൂസീഷ്യനും. ഓക്കെ, അടുത്ത നമുക്ക് ഇമ്പോർട്ടൻ്റ് ഫോക്ക് മ്യൂസിക് നോക്കാം. അപ്പോൾ ഈ ഫോക്ക് മ്യൂസിക് ഏരിയയിൽ നിന്ന് വളരെ കുറച്ച് ക്വസ്റ്റ്യൻ മാത്രമാണ് നമുക്ക് എക്സാമിന് വന്നത്. പക്ഷെ ഓരോ സ്റ്റേറ്റിലും ഒരുപാട് ഫോക്ക് മ്യൂസിക് ഉണ്ടാവില്ലേ? അപ്പോൾ ഇതൊന്നും നമുക്ക് പഠിക്കാൻ നടക്കില്ല. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് കുറച്ച് PYQവിൽ വന്ന ക്വസ്റ്റ്യനും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോക്ക് മ്യൂസിക് മാത്രം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ എന്താ? ബോൺ ഗീത്, അതുപോലെ ബിഹു ഗീത്. ഈ 2 കാര്യങ്ങൾ എവിടെ നിന്നാണ്? അസം നിന്നുണ്ടായ ഫോക്ക് മ്യൂസിക് ആണ്. നമുക്ക് ബിഹു അറിയില്ലേ? ബിഹു ഫെസ്റ്റ്, ബിഹു ഡാൻസ്, ഇതൊക്കെ അസമിലുള്ളതല്ലേ? അതുപോലെ തന്നെ ബിഹു ഗീത്, അതുപോലെ തന്നെ ബോൺ ഗീത്, ഇതൊക്കെ അസമിലുള്ള മ്യൂസിക് ആണ്. ഇത് 2 കാര്യങ്ങൾ അസമിലുള്ള ഫോക്ക് മ്യൂസിക് ആണ്. ഇത് 2 ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തെന്താ? സായ്. അപ്പൊ ഇത് പ്രൊനൗൺസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നമുക്ക് ഇങ്ങനെ പ്രൊനൗൺസ് ചെയ്യാം, സായ്. അത് മിസോറാമിലെ ഫോക്ക് മ്യൂസിക് ആണ്. അതുപോലെ തന്നെ ഗജറി എവിടുത്തെയാണ്? ഉത്തർപ്രദേശിലെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, PYQ ആണ്. അതുപോലെ ഇതും BYQ ആണ്, ഇതുമാണ്. ഓക്കെ, ഈ 3 PYQ ആണ്. ഇത് ഉത്തർപ്രദേശിലും അതുപോലെ തന്നെ ബീഹാറിലും ഉള്ള ഫോക്ക് മ്യൂസിക് ആണ്. എന്താ? ഗജറി ഉത്തർപ്രദേശിലും ബീഹാറിലും ഉള്ളതാണ്. അടുത്ത ബൈഗ എന്ന് പറയുന്നത് മധ്യപ്രദേശിലെ ഫോക്ക് മ്യൂസിക് ആണ്. ബൈഗ മധ്യപ്രദേശ്. പിന്നെയോ രാജസ്ഥാനിലെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ? മാണ്ടും പണിഹരി രാജസ്ഥാനിലെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, ലാവണി എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ ഇമ്പോർട്ടൻ്റ് ആണ്.
പിന്നെ പാണ്ഡവാണി. പാണ്ഡവാണി എന്ന് പറയുന്നത് ഛത്തീസ്ഗഡിലെ, പാണ്ഡവാണി ഛത്തീസ്ഗഡിലെ. ഇത് നമ്മളെ മഹാഭാരതവുമായി ബന്ധപ്പെട്ട മ്യൂസിക്കാണ്, മഹാഭാരതവുമായി ബന്ധപ്പെട്ട മ്യൂസിക്കാണ്. അപ്പൊ ഇതിലെ ഹീറോ ആരാണ്? ഇതിലെ ഭീമനാണ് ഇതിലെ ഹീറോ. ഭീമനാണ് ഇതിലെ ഹീറോ. എന്താ പാണ്ഡവാണി എന്ന ഫോക്ക് മ്യൂസിക് ഛത്തീസ്ഗഡിലെയാണ്. അതിൽ എന്താ നമ്മുടെ മഹാഭാരതവുമായി ബന്ധപ്പെട്ട ഫോക്ക് മ്യൂസിക്കാണ് പാണ്ഡവാണി ഛത്തീസ്ഗഡിലെ. അതിൽ ഭീമനാണ് ഹീറോ ആയിട്ട് വരുന്നത്. പിന്നെ ബൗൾ. ബൗൾ എന്ന് പറയുന്നത് എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലെ മ്യൂസിക്കാണ് ബൗൾ. പിന്നെ നാട്ടുപാട്ട്, നാട്ടുപുറപ്പാട്ട്. നാട്ടുപുറപ്പാട്ട് എന്ന് കേട്ടത് നമുക്കറിയാലോ, എവിടെയാ? നമ്മുടെ തമിഴ്നാട്ടിലുള്ളതാണ് നാട്ടുപുറപ്പാട്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ പഠിച്ചു വെക്കാം. നാട്ടുപുറപ്പാട്ട് എവിടെയാണ്? തമിഴ്നാട്ടിലുള്ളതാണ് നാട്ടുപുറപ്പാട്ട്. അടുത്ത എന്താ? യക്ഷഗാന, അതുപോലെ ഭാവഗീത. യക്ഷഗാന ഭാവഗീത ഇതൊക്കെ കർണാടകയിലല്ലേ. യക്ഷഗാന ഒരു ഡാൻസ് കൂടിയാണ്, അതുപോലെ ഒരു മ്യൂസിക്കാണ് യക്ഷഗാന. ഇത് നമ്മളെവിടെ? കർണാടകയിലുണ്ട്. അതുപോലെ കേരളത്തിലെ കാസർഗോഡിലുള്ളതാണ് യക്ഷഗാന. ഓക്കെ, ഭാവഗീത്, യക്ഷഗാന ഇതൊക്കെ കർണാടകയിലെ ഫോക്ക് മ്യൂസിക്കാണ്. അപ്പൊ ഇനി നമ്മുടെ കേരളത്തിൽ നോക്കിയാൽ എന്താ? കേരളത്തിൽ നമുക്ക് ഒരുപാട് മ്യൂസിക് ഇല്ലേ? വടക്കം പാട്ടുണ്ട്, അതുപോലെ എന്താ ഭൂതപ്പാട്ടുണ്ട്, മടക്കം പാട്ടുണ്ട്, അതുപോലെ പുലയൻ പാട്ടുണ്ട്, അങ്ങനെ ഒരുപാട് പാട്ടുണ്ട്. നമ്മുടെ ഒപ്പനയുണ്ട്, അങ്ങനെ ഒരുപാട് ഫോക്ക് മ്യൂസിക് നമ്മളെ എന്താ കേരളത്തിലുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മ്യൂസിക്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്താണ്? ഹലാക്കി ഫോക്ക് സോങ്. അപ്പൊ ഇവര് കഴിഞ്ഞ വർഷം മരിച്ച ആളാണ്. അത് 2024 മരണപ്പെട്ട ആളാണ്. അപ്പൊ ഇവരെന്താ? ഫോക്ക് ആർട്ടിസ്റ്റ് എന്താ? പത്മശ്രീ എന്താ? സൂക്രി ബൊമ്മഗൗഡ. ഓക്കെ, സൂക്രി ബൊമ്മഗൗഡ കർണാടകയിൽ നിന്നുള്ള ഒരു ഫോക്ക് മ്യൂസീഷ്യനാണ്. എന്താണ്? ഹല്ലാക്കി ഫോക്ക് മ്യൂസിക്. ഇത് പഠിച്ചു വെക്കുക. ഹല്ലാക്കി ഫോക്ക് മ്യൂസിക് കർണാടകയിൽ നിന്നുള്ള ഫോക്ക് മ്യൂസിക് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കാം. ഫോക്ക് മ്യൂസിക് ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കാം. ഒരുപാട് ഫോക്ക് മ്യൂസിക് ഉണ്ട്, നമ്മളെല്ലാം നോക്കിയാൽ നമുക്ക് പഠിക്കൽ നടക്കില്ല. അപ്പൊ ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോക്ക് മ്യൂസിക് മാത്രം ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യൻ മ്യൂസിക് എന്നുള്ള ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്.